ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ബോർഡ് എക്സാമിങ് എത്തിയിരിക്കുകയാണ്. എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഗംഭീരമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ കുട്ടിയുടെയും വലിയൊരു പ്രശ്നമാണ്, സാർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഏതെങ്കിലും ഒരു ചോദ്യം ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ടോ ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ അങ്ങ് പതറിപ്പോവാറാണ് പതിവ്. സോ അത് ഞങ്ങൾക്കൊന്ന് മാറ്റിയെടുക്കണമെന്ന് പല മക്കളും പറഞ്ഞിരുന്നു. അതിന്റെ സൊല്യൂഷനാണ് ഈ കാണുന്ന എക്സ്പ്രസ് റിവിഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് എക്സ്പ്രസ് റിവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് പഠിക്കുന്ന സാഹചര്യത്തിൽ ആ ടോപ്പിക്കിനെ ആഴത്തിൽ മനസ്സിലാക്കി അതിൽ നിന്ന് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങളെ ഉത്തരം എഴുതാൻ തയ്യാറെടുപ്പിക്കുന്ന ഒരു കിഡിലൻ റിവിഷൻ സീരീസ് ആണ് എക്സ്പ്രസ് റിവിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ചോദ്യം വന്നാൽ മാത്രം ഉത്തരം എഴുതത്തുള്ളൂ എന്ന മെന്റാലിറ്റിക്കപ്പുറം ഈ ടോപ്പിക്കിൽ നിന്ന് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ വന്നാലും ഞാൻ കോൺഫിഡന്റ് ആയി അപ്രോച്ച് ചെയ്യും എന്ന രീതിയിലോട്ട് നിങ്ങളെ ഞങ്ങൾ മാറ്റിയെടുക്കാൻ പോവുകയാണ് എക്സ്പ്രസ് റിവിഷനിലൂടെ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആയ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒട്ടേറെ കൺഫ്യൂസിങ് പാരാമീറ്റേഴ്സ് ഉണ്ട്. പ്രധാനമായും റേ ഡയഗ്രാംസ് ആണ്. ഒരിക്കലും പല കുട്ടികൾക്കും എത്ര തന്നെ വരച്ചു പഠിച്ചാലും കൺഫ്യൂസിംഗ് ആണ് ആ റേ ഡയഗ്രാംസ്. അത് ലെൻസിന്റെ കാര്യത്തിലാണെങ്കിലും മിററിന്റെ കാര്യത്തിലാണെങ്കിലും. സിമിലർ വേ സൈൻ കൺവെൻഷനെ പറ്റി പലർക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ട്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എത്ര തന്നെ പഠിച്ചാലും മാറിപ്പോവാറുണ്ട്. അടുത്ത കാര്യം ന്യൂമറിക്കൽസും ഫോർമുലാസും. സോ ഇതെല്ലാം നമുക്ക് സോൾവ് ചെയ്യണം. ഇതെല്ലാം നമുക്ക് കൃത്യമായി തന്നെ പഠിച്ചെടുക്കണം. സോ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. പറയാം മക്കളെ, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റിനെ പറ്റിയുള്ള പഠനത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒപ്റ്റിക്സ് എന്നാണ് പറയുക, ശരിയല്ലേ? ഒപ്റ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ലൈറ്റ്. പ്രകാശത്തിനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിലെ അല്ലെങ്കിൽ സയൻസിലെ ശാഖയാണ് ഒപ്റ്റിക്സ് എന്ന് പറയുക. ഈ ഒപ്റ്റിക്സിനെ നമുക്ക് ശരിക്കും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും, റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. എന്തൊക്കെയാണ് റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും? നിങ്ങൾ ഈ പറയുന്ന +2 ഒക്കെ എത്തുന്ന സമയത്ത് റേ ഒപ്റ്റിക്സ് ഒരു ചാപ്റ്റർ ആണ്, വേവ് ഒപ്റ്റിക്സും മറ്റൊരു ചാപ്റ്റർ ആണ്. സോ എന്താണ് ഈ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും നമ്മൾ വ്യത്യാസം പറയട്ടെ. ലൈറ്റിന്റെ പാത്തിനെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുക. ലൈറ്റിന്റെ പാത്തിനെ ഇതുപോലെ ഒരു വേവ് രൂപത്തിലാണ് നമ്മൾ ഡെപ്പിക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇതാണ് നമ്മുടെ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുക. കാര്യം മനസ്സിലായോ? സോ ലൈറ്റിന്റെ പാത്തിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് റേ ഒപ്റ്റിക്സ്. ലൈറ്റിന്റെ പാത്തിനെ വേവ് പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് വേവ് ഒപ്റ്റിക്സ്. കൃത്യമായിട്ട് കാര്യം മനസ്സിലായില്ലേ? ഒരു തരി സംശയം അതിനകത്തില്ലല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ. ഫൈൻ. സോ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? നമ്മൾ ഈ ചാപ്റ്ററിലുടനീളം പഠിക്കാൻ പോകുന്ന റേ ഒപ്റ്റിക്സിനെ പറ്റിയാണ്. സോ പ്രകാശത്തിന്റെ പാത ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ആദ്യത്തെ കാര്യത്തിലോട്ട് കിടക്കും, ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് ഈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? നമ്മളൊക്കെ നമ്മുടെ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുഖമൊക്കെ കൃത്യമായി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നിൽക്കാറുണ്ട്. സോ നമ്മുടെ അതേ രൂപം നമുക്ക് ഈ കണ്ണാടിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെയൊക്കെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിനെല്ലാം ഉത്തരം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് നമുക്ക് നോക്കിയാലോ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരട്ടെ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റബ്ബർ പന്ത് നമ്മുടെ കൈവശമുണ്ടെന്ന് വെച്ചാൽ, ഒരു റബ്ബർ പന്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റബ്ബർ പന്തിനെ ഞാൻ ആഞ്ഞു ഭിത്തിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ സംഭവിക്കുക? അത് അവിടെ തട്ടി തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഒരു റബ്ബർ ബോൾ ഞാനൊരു ഭിത്തിയിലോട്ട് ആഞ്ഞെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായും അവിടെ തട്ടി തിരിച്ചു വരും, ശരിയല്ലേ? അതെ. ഇതിന് സമാനമായിട്ട് ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് ഒരു സ്മൂത്ത് പോളിഷ്ഡ് സർഫേസിൽ തട്ടുമ്പോൾ അവിടെ തട്ടിത്തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുക. അതായത് പ്രകാശം ഒരു സ്മൂത്ത് പോളിഷ്ഡ് സർഫേസിൽ പോയി തട്ടുമ്പോൾ അവിടെ തട്ടിത്തിരിച്ചു വരുന്ന പ്രതിഭാസത്തിനെയാണെന്ന് പറയുക റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സിംപ്ലി പറയുവാണെങ്കിൽ ദ ബൗൺസിങ് ബാക്ക് ഓഫ് ദ ലൈറ്റ് വെൻ ഇറ്റ് ഇൻസിഡന്റ് ഓൺ എ സ്മൂത്ത് പോളിഷ്ഡ് സർഫേസ്. ഇത്രേ ഉള്ളൂ പരിപാടി. ലൈറ്റ് ഒരു സ്മൂത്ത് പോളിഷ്ഡ് സർഫേസിൽ തട്ടുമ്പോൾ എങ്ങനെയാണോ പന്ത് ബൗൺസിങ് ബാക്ക് ചെയ്ത് അതുപോലെ തന്നെ ലൈറ്റും തട്ടി തിരിച്ചു വരും. ആ പ്രതിഭാസമാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുക കേട്ടോ. നമുക്കതിന്റെ ലോസിലോട്ട് കിടന്നാലോ? അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു മിററാണ്.
അതൊരു സ്മൂത്ത് പോളിഷ്ഡ് സർഫേസ് ഉള്ള ഒരു വസ്തുവാണ് മിറർ എന്ന് പറയുന്നത്. തർക്കമില്ലാലോ, ആർക്കും തർക്കമുണ്ടാവില്ല. സോ മിറർ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മിററിലോട്ട് വന്ന് വീഴുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസിഡന്റ് ലൈറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്നൊക്കെ പറയാം. അതായത് അവിടെ വന്ന് പതിക്കുന്ന ലൈറ്റ്, ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേര് ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയാം. കാരണം ഇനി മൊത്തത്തിൽ റേ എന്ന ടേമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ ഇൻസിഡന്റ് റേ ആണ് അവിടെ വന്ന് വീഴുന്ന ലൈറ്റ്. അവിടെ തട്ടി തിരിച്ചു പോകുന്ന, ബൗൺസ് ചെയ്ത് പോകുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? റിഫ്ലക്റ്റഡ് റേ. കാര്യം മനസ്സിലായോ? അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേനെ വിളിക്കുന്ന പേര് ഇൻസിഡന്റ് റേ, തട്ടി തിരിച്ചു പോകുന്നതിന് റിഫ്ലക്റ്റഡ് റേ എന്നാണ് പറയുക. ക്രിസ്റ്റൽ ക്ലിയർ? ഈ സർഫേസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയുക? നോർമൽ എന്ന് പറയുക. സർഫേസിന്, ഈ റിഫ്ലക്റ്റിംഗ് സർഫേസിന് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെ വിളിക്കുന്ന പേരാണ് നോർമൽ. ഫൈൻ, ഓക്കെ. ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ ഐ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ. ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. റൈറ്റ്. സിമിലർ റേ അടുത്ത നോക്കടാ. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുക. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? യാതൊരുവിധ സംശയവും എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇതിനകത്തില്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ വന്നു വീഴുന്ന ലൈറ്റിനെ ഇൻസിഡന്റ് റേ എന്നും അവിടെ നിന്ന് തട്ടി തിരിച്ചു പോകുന്നവനെ റിഫ്ലക്റ്റഡ് റേ എന്നും പറയുന്നു. സർഫേസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെ നോർമൽ എന്ന് പറയുന്നു. ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. സെറ്റ്. ഓക്കെ. സോ ഇതിന്റെ രണ്ട് നിയമങ്ങളാണ്, രണ്ട് പോയിന്റുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് വളരെ ലളിതമാണ്. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കടാ. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക, ഒരേ തലത്തിലായിരിക്കും ഉണ്ടാവുക. ഇൻസിഡന്റ് റേയും ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇൻസിഡന്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കും. നോക്കണം, ഒരേ പ്ലെയിനിലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഒരേ സമതലത്തിലായിരിക്കും അവയെല്ലാം ഉണ്ടായിരിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. യെസ്, ദേ എക്സിസ്റ്റ് ഇൻ സെയിം പ്ലെയിൻ. വേണമെങ്കിൽ എല്ലാം ഒരേ പ്ലെയിനിലാണ് സംഭവിക്കുക. ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അവയെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും ഒന്ന് അങ്ങനെയൊന്നും അല്ലേ, എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം മനസ്സിലാക്കുക. ഫൈൻ. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ എക്സിസ്റ്റ് ഇൻ സെയിം പ്ലെയിൻ. അടുത്ത പോയിന്റ് വളരെ വാലിഡ് ആയ പോയിന്റ് ആണ്. അതായത് ഇവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വലന്റ് ആയിരിക്കും. അഥവാ ആംഗിൾ ഐ ഇപ്പൊ സപ്പോസ് 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ആറും എത്രയായിരിക്കും? അതും ഉറപ്പായും 30 ഡിഗ്രി തന്നെയായിരിക്കും. ഏത് ആംഗിളിലാണോ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും ലൈറ്റ് എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്ത് പോവുക എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. വളരെ വാലിഡ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഫൈൻ. ഓക്കെ അല്ലേ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലാലോ? ഇതിൽ നിന്ന് പരീക്ഷയ്ക്കൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ വളരെ ലളിതമായ ചോദ്യമാണ്, പക്ഷെ പലർക്കും അത് അയ്യോ ഇതെങ്ങനെ ചെയ്യുക എന്നൊരു തോന്നലൊക്കെ വരാറുണ്ട്. എങ്കിലും ഞാനത് വളരെ ഈസി ആയി പറഞ്ഞുതരാം. നോക്കണം, ഇതൊരു സർഫേസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു സർഫേസ് ആണ്, ഒരു സ്മൂത്ത് പോളിഷ് സർഫേസ്, ഒരു മിറർ ആണെന്ന് വിചാരിച്ചോ, പ്രശ്നമില്ല. ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേ ആണ് ഈ കാണുന്നത്. ഇതിവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേ, ഇത് അവിടെ തട്ടി തിരിച്ചു പോകുന്ന ലൈറ്റ് റേ. ഓക്കെ അല്ലേ? ഇത് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേ ആണ്, ഇത് അവിടെ തട്ടി തിരിച്ചു പോകുന്ന ലൈറ്റ് റേ ആണ്. ഓക്കെ അല്ലേ? സംശയമില്ലാലോ? ഇല്ല. സോ ദിസ് ഈസ് ആൻ ഇൻസിഡന്റ് റേ, ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ അല്ലേ? ഒരു ആംഗിൾ മാത്രമേ അവർ നൽകിയിട്ടുള്ളൂ. അവർ നൽകിയിരിക്കുന്ന ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തട്ടെ. ഈ ആംഗിളാണ് അവർ നൽകിയിരിക്കുന്നത്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 30 വേണ്ട, നമുക്കൊരു 40 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ 40 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പറയുന്ന ഇൻസിഡന്റ് റേക്കും സർഫേസിനും ഇടയുള്ള ആംഗിൾ 40 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. എങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ പറയടാ, നിങ്ങൾ ഓരോരുത്തരും പറയടാ, ഇവിടെയുള്ള ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും എത്രയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉത്തരം പറയണം. വളരെ ലളിതമാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ സർഫേസിന് ഒരു നോർമൽ വരയ്ക്കുക. അതാ വരച്ചു. സർഫേസിന് ഞാനൊരു നോർമൽ വരച്ചു. ഇനി നമുക്ക് നിസ്സാരമായിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഒക്കെ കണ്ടുപിടിക്കാലോ? വളരെ സിമ്പിൾ അല്ലേ? ഒന്ന് പറടാ. നമുക്കറിയാം ഈ ഒരു ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? 90 ഡിഗ്രിയാണ്. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? തർക്കമില്ലാലോ? ഇത് 50 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയായിരിക്കും? അതും 50 ഡിഗ്രി ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്.
ഇതാണ് ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. മനസ്സിരുത്തി പഠിക്കുക. വളരെ സിമ്പിൾ ലോജിക്കാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇക്വലന്റ് ആയിരിക്കണം. സോ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ടോട്ടലി 90 ഡിഗ്രിയാണ്. സോ ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 50 ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? അതും 50 ആയിരിക്കും. സോ ഇത്തരം ചോദ്യങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഈ ലെവലിൽ ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ മൈൻഡ് ഫിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. സോ 2 പോയിന്റ് ആണ്. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. അടുത്ത പോയിന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വലന്റ് ആയിരിക്കും. അടുത്ത സ്പെറിക്കൽ മിറേഴ്സ്. 2 തരത്തിലുള്ള മിറേഴ്സ് ആണുള്ളത്. 2 തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കോൺകേവും മറ്റൊന്ന് കോൺവെക്സും. കോൺകേവ്, കേവ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഗുഹയല്ലേ? ഒരു ഗുഹ പോലെ ഉൾവശം കുഴിഞ്ഞു കിടക്കുന്ന മിററിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയാ. ഗുഹയുടെ ഉൾവശം എങ്ങനെയാ? ഉള്ളിലോട്ട് ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുമല്ലോ. അതുപോലെ ഒരു മിററിന്റെ ഉൾഭാഗം കുഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതാണ് കോൺകേവ് മിറർ. പുറത്തോട്ട് തള്ളി നിൽക്കുന്ന മിറർ ആണെങ്കിൽ അത് കോൺവെക്സ് മിറർ എന്നാണ് പറയുക. ഈ കോൺകേവ് മിററിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടി എന്താണ്? അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൺവേർജിങ് മിറർ എന്നാണ്. കൺവേർജിങ് മിറർ എന്നാണ് വിളിക്കുക. അതായത് ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിപ്പിക്കും. ലൈറ്റ് റേസിനെ ഒരു പോയിന്റിലോട്ട് കൂട്ടിമുട്ടിപ്പിക്കും. അതാണ് കൺവേർജിങ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഈ പറയുന്ന കോൺകേവ് മിറർ എങ്ങനെയുള്ള മിററാണ്? അതൊരു കൺവേർജിങ് മിറർ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈവേർജിങ് മിറർ. ഡൈവേർജിങ് മിറർ എന്താ മക്കളെ ഡൈവേർജിങ് എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത്? അകറ്റി വിടുക. ഈ മിററിൽ പോയി തട്ടുന്ന ലൈറ്റ് റേസിനെ അവ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യിപ്പിക്കും, അകറ്റിവിടും. അതാണ് ഈ പറയുന്ന 2 മിററിന്റെയും പ്രത്യേകത. കൺവേർജ് ചെയ്യിപ്പിക്കുന്ന, ഒരു പോയിന്റിലോട്ട് കൂട്ടിമുട്ടിപ്പിക്കുന്ന മിററാണ് കോൺകേവ് മിറർ അഥവാ കൺവേർജിങ് മിറർ എന്ന് പറയുക. അകറ്റിവിടുന്ന മിററാണ് ഡൈവേർജിങ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് മിറർ എന്ന് പറയുക. ഇത് കൃത്യമായി തന്നെ പഠിക്കണം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് റൈറ്റ്. ഇനി ഓരോ മിററിന്റെയും അപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നമുക്ക് നോക്കാം. കോൺവെക്സ് മിറർ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പ്രധാനമായും 2 സാഹചര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ, ഏറ്റവും കൂടുതൽ നമുക്ക് കൺവീനിയൻസ് ഉള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ സ്വന്തം വാഹനങ്ങളിലെ റെയർ വ്യൂ മിറർ എന്ന് പറയുന്നത്. വാഹനങ്ങളിൽ പുറകെ വരുന്ന വണ്ടികളെയൊക്കെ നമ്മൾ കാണാൻ വേണ്ടി നമ്മൾ വാഹനങ്ങളുടെ 2 സൈഡിലും ഓരോ മിറർ ഉണ്ടാവും അല്ലേ? അതെന്ത് മിററാണ് മക്കളെ? അതാ കോൺവെക്സ് മിററാണ്. ഈ കാണുന്ന പുറകെ വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ്? അത് കോൺവെക്സ് മിറർ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക. സിമിലർ വേ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാടാ? കണ്ടിട്ടുണ്ടാവും തീർച്ചയായും. നമ്മൾ ഇടുക്കി, മൂന്നാർ, വയനാട്, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഹെയർ പിൻ വളവുകൾ ഉണ്ടാവും അല്ലേ? വലിയ മലയൊക്കെ കയറിയിട്ടല്ലേ പോകേണ്ടത്. സോ ഈ മലയിൽ നമ്മൾ ഈ ഹെയർ പിൻ വളവുകളുടെ എല്ലാം റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി മിറേഴ്സ് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കാണാൻ സാധിക്കില്ല. സോ ആ സാഹചര്യങ്ങളിലാണ് ഇതുപോലുള്ള സെക്യൂരിറ്റി മിറേഴ്സ് സൈഡിൽ വെച്ചിട്ടുണ്ടാവുക. സോ ഈ മിറേഴ്സിലൂടെ നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. സോ സെക്യൂരിറ്റി മിറേഴ്സിന്റെ കേസിലും റെയർ വ്യൂ മിറേഴ്സിന്റെ കേസിലും കോൺവെക്സ് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് റെയർ വ്യൂ മിറേഴ്സിൽ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയണം. കോൺവെക്സ് മിററിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ ആണ്. നമ്മുടെ പുറകെ വരുന്ന ഒരു വണ്ടിയെ മാത്രമല്ല ഈ മിററിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുക. ശരിയല്ലേ? അതായത് നമ്മളിപ്പോൾ ബൈക്കിൽ പോകാന്ന് വിചാരിക്കുക. നമ്മുടെ സൈഡിലുള്ള റെയർ വ്യൂ മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് പുറകെ വരുന്ന വണ്ടിയെ മാത്രമല്ല കാണാൻ പറ്റുക, ആ റോഡിലുള്ള മുഴുവൻ വാഹനങ്ങളെയും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ ആണ്. അതായത് കൂടുതൽ ഏരിയ ഈ പറയുന്ന മിറർ കവർ ചെയ്യും. പുറകിലുള്ള കംപ്ലീറ്റ് ആയ എല്ലാ വെഹിക്കിൾസിനെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഹാസ് മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത മിറർ കോൺകേവ് മിററിന്റെ അഡ്വാൻറ്റേജുകൾ കൂടി വളരെ സിമ്പിളായി നമുക്ക് നോക്കാം. ഈസിയാണ്. ഷേവിംഗ് മിററായിട്ട് കോൺകേവ് മിറർ യൂസ് ചെയ്യാറുണ്ട്. ഡെന്റിസ്റ്റ് വായ്ക്കകം പരിശോധിക്കാൻ വേണ്ടിയിട്ട് കോൺകേവ് മിറർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ അതിന്റെ കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ മുഖം നോക്കാൻ വേണ്ടി നമുക്ക് കോൺവെക്സ് മിറർ യൂസ് ചെയ്ത് എന്താ പ്രശ്നം എന്നൊരു തോന്നൽ പലരുടെയും മനസ്സിലുണ്ടാവും. ശരിയല്ലേ? അപ്പൊ അതിന്റെ ഒരു കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു തരട്ടെ. അതായത് നമ്മളിപ്പോ ഞാൻ ഷേവ് ചെയ്യാന്ന് വിചാരിക്കാം. കത്തി കൊണ്ടുള്ള കളിയാണ്, ബ്ലേഡ് വെച്ചുള്ള കളിയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ മുഖമൊക്കെ അങ്ങ് പാളിപ്പോവും. ശരിയല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ നമുക്ക് നമ്മുടെ മുഖത്തുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വ്യക്തമായി കാണേണ്ടതായിട്ടുണ്ട്.
ശരിയല്ലേ? എങ്കിലല്ലേ പ്രോപ്പർലി ഷേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ മുഖത്തുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാണുക മീൻസ് മാഗ്നിഫൈ ചെയ്ത് കാണേണ്ട ആവശ്യമുണ്ട്, ഒന്ന് വലുതാക്കി കാണിക്കേണ്ട ആവശ്യമുണ്ട്. ശരിയല്ലേ? യെസ്. സോ ചെറിയ വസ്തുക്കളെ ഒന്നുകൂടി വലുതാക്കി കാണിക്കുന്ന മിറർ ഏതാണ്? അത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ മാഗ്നിഫൈങ് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. മാഗ്നിഫൈങ് പർപ്പസ്, കുറച്ചുകൂടി വലുതാക്കി കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഡെന്റിസ്റ്റ് വായിക്കകം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ എന്താണ്? വായിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡെന്റിസ്റ്റിന് വ്യക്തമായി വലുതാക്കി കാണണം, എങ്കിലല്ലേ കാര്യമുള്ളൂ. വായിക്കകം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ വലുതായി കാണണ്ടേ? സോ അതിനു വേണ്ടി എന്ത് യൂസ് ചെയ്യാം? ഈ കോൺകേവ് മിറർ യൂസ് ചെയ്യാം. സോ മാഗ്നിഫൈ ചെയ്ത് കാണിക്കും, ഒന്നുകൂടി വലുതാക്കി കാണിക്കും. അതാണ് കോൺകേവ് മിററിന്റെ അഡ്വാൻറ്റേജ്. റെഡിയല്ലേ? കൃത്യമായിട്ട് മനസ്സിലായ സംശയമില്ലാലോ, ആർക്കും തന്നെ സംശയമില്ലാലോ. മുന്നോട്ട് പോവാം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കോൺകേവ് മിററിനെ അടിതൊട്ട് മുടി വരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പോവുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പോവുകയാണ്. സോ ഈ കാണുന്ന ഉൾവശം കുഴിഞ്ഞു കിടക്കുന്ന മിററിനെയാണെന്ന് പറയുക കോൺകേവ് മിറർ എന്ന് പറയുക. ഉൾവശം കുഴിഞ്ഞു കിടക്കുന്ന മിററിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ. ആ മിററിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ്. ഒന്നാമത്തെ കാര്യം പ്രിൻസിപ്പൽ ആക്സിസ് ആണ് പഠിക്കണേ. മിററിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ മിററിന് ഒരു ജോമെട്രിക്കൽ സെന്റർ ഉണ്ട്. എല്ലാത്തിനും സെന്റർ ഉണ്ടല്ലോ. സോ ഈ മിററിന്റെ ജോമെട്രിക്കൽ സെന്റർ ആണ് പോൾ എന്ന് പറയുന്നത്. പോൾ ഈസ് ദ ജോമെട്രിക്കൽ സെന്റർ ഓഫ് ദ മിറർ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. സോ മിററിന്റെ സെന്ററിലൂടെ പോകുന്ന ഇമാജിനറി ആക്സിസിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ്. മിററിന്റെ ജോമെട്രിക്കൽ സെന്ററിനെ വിളിക്കുന്ന പേര് പോൾ എന്നാണ്. അവിടെ നിൽക്കട്ടെ. അടുത്ത കാര്യം, സോ ഈ ഭാഗത്താണ് ലൈറ്റ് വന്ന് പതിക്കുക. സോ ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. ഇതവിടെ പുറകിലുള്ളത് ഹാർഡ് സർഫേസ് ആണ്. അത് മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കടാ മക്കൾ, എല്ലാവരും ശ്രദ്ധിക്കടാ. ഈ മിറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ നോക്കിക്കേ, ആക്ച്വലി ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് തോന്നുന്നില്ലേ? ഈ മിറർ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതായത് ഒരു സ്പിയറിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലടാ? മിറർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്പിയറിൽ നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതുപോലെ തോന്നില്ലേ? ഉറപ്പായും തോന്നണം. മിറർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സ്പിയറിൽ നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നേണ്ടതാണ്. റൈറ്റ്. സോ അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഈ മിറർ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറിന്റെ ഭാഗമാണ്. സോ മിറർ ഭാഗമായ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടല്ലോ. സോ മിറർ ഭാഗമായ സ്പിയർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവില്ലേ? തീർച്ചയായും ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും. ആ സ്പിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. കാര്യം മനസ്സിലായില്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? മിറർ ഭാഗമായ സ്പിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. അടുത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലോട്ടുള്ള ദൂരം എന്താണ്? ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു സ്പിയറിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ഒരു സൈഡിലോട്ടുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരെന്താണ്? റേഡിയസ് എന്നല്ലേ? ഇവിടെയും അത് തന്നെയാണ് പറയുക. ദാറ്റ് ഈസ് റേഡിയസ്. അതിന്റെ കൂടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുകൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആർ ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലോട്ടുള്ള ദൂരമാണ്. സെന്റർ ഓഫ് കർവേച്ചറിനെ സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. 2F എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞുതരാം. ജസ്റ്റ് സിംപ്ലി സെന്റർ ഓഫ് കർവേച്ചറിനെ സി എന്നുകൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക. മിറർ ഭാഗമായ സ്പിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോൾ വരെയുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഫോക്കസിനെയും ഫോക്കൽ ലെങ്തിനെയും പറ്റിയും അടുത്ത വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇത്രയും കാര്യം മനസ്സിലാക്കുക. എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്, എന്താണ് പോള്, ഏതാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്, ഏതാണ് ഹാർഡ് സർഫേസ്, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ, എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന കാര്യം എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും പഠിച്ചിരിക്കണം കേട്ടോ. മൂവിങ് ഫോർവേഡ് അതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്ന് സൗകര്യത്തോടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വളരെ കൺവീനിയന്റ് ആയ സിമ്പിൾ ലാംഗ്വേജിൽ തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ, മുന്നോട്ട് പോവാം. അടുത്തത് ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. അതിനെപ്പറ്റി വിശദമായി പഠിക്കാൻ പോവുകയാണ്. തിയറി ഒന്നും വേണ്ട, ജസ്റ്റ് കോൺസെപ്റ്റ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാം. മക്കളെ, ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു കോൺകേവ് മിററിലെ കൃത്യമായി നിങ്ങൾ കാണാൻ പറ്റും. ഇതൊരു കോൺകേവ് മിറർ ആണ്. ഈ കോൺകേവ് മിററിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിപ്പുള്ളത് അങ്ങ് ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായതുകൊണ്ട് മാത്രമാണ് ഇൻസിഡന്റ് ലൈറ്റ് റേസ് എല്ലാം എങ്ങനെ വന്നിരിക്കുന്നത്? അവയെല്ലാം പാരലലി വന്നി. ശ്രദ്ധിച്ചടാ, ഇൻസിഡന്റ് ലൈറ്റ് റേസ് എല്ലാം എങ്ങനെയാ വരുന്നത്? പാരലലിയാണ് വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസിഡന്റ് ലൈറ്റ് റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലിയാണ് വന്നിരിക്കുന്നത്.
ഒബ്ജക്റ്റ് എവിടെയാണെങ്കിൽ മാത്രമേ പാരലലി വരത്തുള്ളൂ, ഇൻഫിനിറ്റിയിലാണെങ്കിൽ മാത്രമേ ഇതുപോലെ നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റ് റേസ് എല്ലാം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരത്തുള്ളൂ. അങ്ങനെ പാരലലി വരുന്ന ലൈറ്റ് റേസ് നോക്കടാ. സോ ഈ പാരലലി വരുന്ന ലൈറ്റ് റേസ് എല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏതോ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ലേ? മീറ്റ് ചെയ്യുന്നു തീർച്ചയായും. അവയെല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. സോ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുക. കാര്യം മനസ്സിലായില്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ സിംപ്ലി ഫോക്കസ് എന്ന് പറയുക. കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആർക്കും തന്നെ സംശയമില്ലാലോ? എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ആർക്കും തന്നെ സംശയമില്ല. ഓൾ ക്ലിയർ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? അതായത് നിങ്ങൾ തിരിച്ചറിയുക, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്ന ആ കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? യെസ്, നമ്മൾ പറയുക ഫോക്കസ് എന്ന് പറയുക. റൈറ്റ്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ കാണുന്ന പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരം എന്താണ്? പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നതാണ്. പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരം എന്താണ് മക്കളെ? അതാണ് ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ എഫ്. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് ആണ്, സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ അത് ഫോക്കൽ ലെങ്ത് ആണ്. സോ ഈ പറയുന്ന ആഫ്റ്റർ റിഫ്ലക്ഷൻ ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഫോക്കസ് ആണ്, ക്യാപിറ്റൽ എഫ്. പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരം ഫോക്കൽ ലെങ്ത് ആണ്, സ്മോൾ എഫ്. ക്ലിയർ അല്ല? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇത് പഠിച്ചു വെക്കണം. ഇതാണ് ഇവിടെ തിയറിക്കകത്തുള്ളത് കേട്ടോ. ഇനി അടുത്തത് കോൺവെക്സ് മിററിനെ പരിചയപ്പെടാൻ പോവുകയാണ്. പുറം ഭാഗം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള പാരാമീറ്റേഴ്സിലൊന്നും മാറ്റമില്ല. സെന്ററിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ആക്സിസിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന മിററിന്റെ സെന്ററിനെ, ജോമെട്രിക്കൽ സെന്ററിനെ വിളിക്കുന്ന പേര് പോൾ എന്ന് തന്നെയാണ് ഈ സെന്ററിനെ വിളിക്കുന്ന പേര്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മിറർ ഭാഗമായ സ്പിയറിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരെന്താണ്? മിറർ ഭാഗമായ സ്പിയർ. നോക്കണം, മിറർ ഭാഗമായ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും. തീർച്ചയായും സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിനെയാണ് എന്ത് പറയുക? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. അതിനെ സി കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോൾ വരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരെന്താണ്? പറടാ. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോൾ വരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരെന്താണ്? അതാണ് നമ്മുടെ സ്വന്തം റേഡിയസ് ഓഫ് കർവേച്ചർ. എന്ന് പറയുക. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു തരി സംശയമില്ലാലോ? സോ പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഫൈൻ. സോ നമ്മൾ എങ്ങനെയാണോ കോൺകേവ് മിററിന് അപ്രോച്ച്, അതുപോലെ തന്നെയാണ് ഷേപ്പിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി കോൺവെക്സ് മിററിന്റെ ഫോക്കസിലോട്ട് കിടക്കാം. റൈറ്റ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈറ്റ് റേസ് എല്ലാം വരുന്നത് പാരലലി ആണ്. അതായത് ഒബ്ജക്റ്റ് എവിടെയായിരിക്കും? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഈ പാരലലി വരുന്ന ലൈറ്റ് റേസ് ഇതൊരു ഡൈവേർജിങ് മിറർ ആയതിനാൽ തന്നെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യോ? ഒരിക്കലും മീറ്റ് ചെയ്യില്ല. ഈ ലൈറ്റ് റേസിനെല്ലാം എന്താണ് സംഭവിക്കുക? ഇവയെല്ലാം അകന്നകന്നാണ് പോവുക. ദേ വിൽ ഡൈവേർജ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇവയെല്ലാം അകന്നകന്നാണ് പോവുക. സോ ഇത്തരത്തിൽ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേസ് എല്ലാം ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ ഇല്ലേ? നോക്കടാ. യെസ്, ഈ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേസ് എല്ലാം ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നില്ലേ? യെസ്, തോന്നുന്നുണ്ട്. ആ കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ കോമൺ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? കോൺവെക്സ് മിററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പോയിന്റിലോട്ട് ലൈറ്റ് റേസിനെ കൂട്ടിമുട്ടിപ്പിക്കുന്ന മിറർ അല്ല, അവയെല്ലാം ഡൈവേർജ് ചെയ്യിപ്പിക്കുന്ന മിററാണ് എന്ന കാര്യം മനസ്സിലാക്കുക. സോ ഇത്തരത്തിൽ ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് എല്ലാം ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആ കോമൺ പോയിന്റിനെയാണ് എന്ത് പറയുക? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. അടുത്തൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കാണുന്ന ശ്രദ്ധിക്കണം മക്കളെ, ഈ കാണുന്ന പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലോട്ടുള്ള ദൂരത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കുറച്ച് മുമ്പ് പഠിച്ച പോലെ തന്നെയാണ്. അതാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ എഫ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. പോളിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുക? ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ എഫ് എന്ന് പറയുക. എങ്ങനെയാണോ കോൺകേവ് മിററിന്റെ ഫോക്കസ് പഠിച്ചത് അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ കൺവേർജ് അല്ല ചെയ്യുന്നത്, ഡൈവേർജ് ആണ്. അതിനാൽ തന്നെ ആ ഡൈവേർജിങ് ലൈറ്റ് റേസ് എല്ലാം ഒരു പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം.
നമ്മൾ അടുത്തായിട്ട് കടക്കാൻ പോകുന്ന ഇമേജ് ഫോർമേഷനിലോട്ടാണ്. ഇമേജ് ഫോർമേഷൻ, പ്രതിബിംബ രൂപീകരണം എന്നൊക്കെ പറയാം. സോ ഇമേജ് ഫോർമേഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന നമുക്ക് കുറച്ച് ബേസിക്സ് പറഞ്ഞുതരാം. 2 തരത്തിലുള്ള ഇമേജുകളുണ്ട്. ഒന്നാമത്തെ റിയൽ ഇമേജ്. റിയൽ ഇമേജിൻ്റെ പ്രത്യേകത നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഇമേജാണ് റിയൽ ഇമേജ് എന്ന് പറയുക. നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഇമേജിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. ആ റിയൽ ഇമേജിൻ്റെ പ്രത്യേകത അത് ഇൻവേർട്ടഡ് ആണ്, തല കീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും. സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഇമേജാണ് റിയൽ ഇമേജ്. അത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അതെന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അടുത്ത വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ സാധിക്കില്ല, സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല. സോ അത്തരം ഇമേജ് ആണ് ഇറക്റ്റ് ഇമേജ്. അത് വെർച്വൽ ആയിരിക്കും. വെർച്വൽ ഇമേജ് അത് ഇറക്റ്റ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നതാണ്, ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തലകീഴായിട്ടുള്ളതാണ്. ഒന്നുകൂടി ആവർത്തിക്കാം. ഇമേജുകൾ 2 തരമുണ്ട്, റിയലും വെർച്വലും. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഇമേജ്, ഒരു സ്ക്രീൻ വെച്ച് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ അതാണ് റിയൽ ഇമേജ്. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ സാധിക്കില്ല. അത്തരം ഇമേജ് ആണ് വെർച്വൽ ഇമേജ്. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും, വെർച്വൽ ഇമേജുകളെല്ലാം ഇറക്റ്റ് ആയിരിക്കും, നിവർന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കി. ഇതാണ് ബേസിക് ലോജിക്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ഒരു കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് 1, ഇത് നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റ് റേ ആണെന്ന് വിചാരിക്കുക. ഈ ഇൻസിഡന്റ് ലൈറ്റ് റേ എങ്ങനെയാണ് പോകുന്നത്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി പോയി കഴിഞ്ഞാൽ അവൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു വരുന്നത് ഏതിലൂടെ ആയിരിക്കും? ഫോക്കസിലൂടെ ആയിരിക്കും. അവൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു വരുന്നത് ഏതിലൂടെ ആയിരിക്കും? ഫോക്കസിലൂടെ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി പോയി കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു വരുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. റെഡി അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് 2. അടുത്തൊരു കേസാണ് സ്റ്റെപ്പ് 2 നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈറ്റ് റേ നേരെ പോയിട്ട് പോളിലാണ് ഇൻസിഡന്റ് ചെയ്തതെങ്കിലോ എന്താ സംഭവിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അക്കോർഡിംഗ് ടു ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞില്ലേ? സോ ഇതേ ആംഗിളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്തു വരും. സെയിം ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്ന കാര്യം തിരിച്ചറിയുക. ഏത് ആംഗിളിലാണോ ഇൻസിഡന്റ് ചെയ്തത് അതേ ആംഗിളിൽ തന്നെ ലൈറ്റ് റേ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ശ്രദ്ധിക്കടാ. ഇപ്പം ഈ ഒരു ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അതേ ആംഗിൾ തീറ്റയിൽ തന്നെ ആയിരിക്കും ലൈറ്റ് റേ എന്ത് ചെയ്യുക? റിഫ്ലക്റ്റ് ചെയ്യുക. ആ കാര്യം, ആ ഒരു ബേസിക് ലോജിക്ക് മനസ്സിലാക്കുക. പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്താൽ അതേ ആംഗിളിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു വരും എന്ന കാര്യം തിരിച്ചറിയുക. തേർഡ് കേസ്, ഒരു കേസ് കൂടി ഞാൻ പറഞ്ഞു തരാം. അത് അധികം നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നുമില്ല, എങ്കിലും ഒരു കേസ് കൂടി ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കേ. ഫോക്കസിലൂടെയാണ് ലൈറ്റ് റേ പോകുന്നതെങ്കിലോ അവൻ എന്താ സംഭവിക്കുക? അവൻ പാരലലി ആയിരിക്കും ആഫ്റ്റർ റിഫ്ലക്ഷൻ വരിക. ഫോക്കസിലൂടെയാണ് ലൈറ്റ് റേ പോകുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു വരുന്നത് പാരലലി ആയിരിക്കും. ഈ പറയുന്ന ലോജിക്കുകൾ മനസ്സിലാക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമേജ് ഫോർമേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമേജ് ഫോർമേഷൻ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. തയ്യാറല്ലേ? നോക്കിയാലോടാ, ഓരോ കേസിലോട്ട് കിടക്കാം. ആദ്യത്തെ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. നമ്മുടെ വസ്തു ഉള്ളത് ഇൻഫിനിറ്റിയിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ലൈറ്റ് റേസ് എല്ലാം എങ്ങനെയാണ് മക്കളെ വരിക? അവയെല്ലാം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും. നോക്കടാ, ഞാൻ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയ കുറച്ച് ലൈറ്റ് റേസ് വരയ്ക്കേണ്ടത്. ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ ലൈറ്റ് റേ. സിമിലർ വേ അടുത്ത ലൈറ്റ് റേ, ഇത് അതിനുശേഷമുള്ള ലൈറ്റ് റേ. സോ ഈ ലൈറ്റ് റേസിന്റെ എല്ലാം പ്രത്യേകത, ഇവന്മാരെല്ലാം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ് വരുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. കാരണം എന്താണ്? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. ഇങ്ങനെ പാരലലി വരുന്ന ലൈറ്റ് റേസ് എല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ എവിടെയാണ് മീറ്റ് ചെയ്യുക? ഓൾറെഡി പഠിച്ചു. ആഫ്റ്റർ റിഫ്ലക്ഷൻ എവിടെയാണ് മക്കളെ മീറ്റ് ചെയ്യുക? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇവന്മാരെല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്നത് ഫോക്കസിലാണെന്ന് പഠിപ്പിച്ചില്ലേ? യെസ്, ഇവന്മാരെല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്നത് ഫോക്കസിൽ തന്നെ ആയിരിക്കും. ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. റൈറ്റ്. അപ്പം ഞാൻ ഇവിടെയൊക്കെ വരയ്ക്കട്ടെ, ഫോക്കസിലൂടെ വരയ്ക്കട്ടാ. ഇവന്മാരെല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും. യെസ്, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഗംഭീരമായിട്ട് എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? സോ ഇവന്മാരെല്ലാം മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. സോ നമ്മുടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നതും ഫോക്കസിലായിരിക്കും. ഇമേജ് ഫോം ചെയ്യുന്നതും ഫോക്കസിലായിരിക്കും. റൈറ്റ്. ഈ ലൈറ്റ് റേസ് എല്ലാം കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുക. സോ ഇവന്മാരെല്ലാം കൂട്ടിമുട്ടുന്നത് ഫോക്കസിലാണ്. സോ ഇമേജ് ഫോർമേഷൻ നടക്കുന്നതും ഫോക്കസിലാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, മിററിന്റെ കേസിൽ ലെഫ്റ്റ് സൈഡ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡാണ് മിററിന്റെ കേസിൽ ലെഫ്റ്റ് സൈഡാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ, ലെഫ്റ്റ് സൈഡാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതൊരു റിയൽ ഇമേജ് ആയിരിക്കും.
ലെഫ്റ്റ് സൈഡ് ആണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ അതൊരു റിയൽ ഇമേജ് ആയിരിക്കും. റൈറ്റ് സൈഡ് ആണെങ്കിൽ അതൊരു വെർച്വൽ ഇമേജ് ആയിരിക്കും. മിററിന്റെ കേസിലാണ് ഇത് മനസ്സിലാക്കണേടാ. സോ കോൺകേവ് മിററിന്റെ കേസിൽ ഇവിടെ ഇമേജ് ഫോർമേഷൻ നടന്നത് ലെഫ്റ്റ് സൈഡ് അല്ലേ, ഇടതുഭാഗത്തല്ലേ? ഇടതുഭാഗത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എങ്ങനെയുള്ള ഇമേജ് ആണ്, അതൊരു റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകളുടെ അടുത്ത പ്രത്യേകത എന്താണ്? യെസ്, റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. അവയെല്ലാം തലകീഴായിട്ടുള്ളതായിരിക്കും. റിയൽ ഇമേജുകളെല്ലാം തലകീഴായിട്ടുള്ളവന്മാരായിരിക്കും. അവയെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. പഠിച്ച കാര്യമല്ലേ? യെസ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് വളരെ 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 ചെറിയ ഇമേജ് ആണ്. സോ നമുക്ക് എങ്ങനെ പറയാം? വെരി വെരി സ്മോൾ, വളരെ 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 ചെറിയ ഇമേജ് ആണ് എന്ന രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഹൈലി ഡിമിനിഷ്ഡ്, അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ്. ഇതിൽ ഏത് വാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് എന്ന് പറയാം. അതിൽ ഏത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ ഏത് വാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. റൈറ്റ്? ഓക്കെ. അടുത്തത് നെക്സ്റ്റ് വൺ. വേറെ നമുക്ക് എന്താ പറയാൻ സാധിക്കുക? അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, വെരി സ്മോൾ ആണ്. അതെവിടെയാ ഫോം ചെയ്തിരിക്കുന്നത്? അതുണ്ടായിരിക്കുന്നത് നമ്മുടെ ഫോക്കസിലാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഫൈൻ. ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായ ഇമേജിന്റെ പ്രത്യേകത. യെസ്, അതിന് സ്റ്റാൻഡേർഡായ ഡയഗ്രാം കൂടി ഞാൻ നൽകിയിട്ടുണ്ട്. പിന്നെ ആ പോയിന്റുകൾ മനസ്സിലാക്കുക. വെരി സ്മോൾ, റിയൽ, ഇൻവേർട്ടഡ്, അതുണ്ടായിരിക്കുന്നത് ഫോക്കസിലാണ്. അടുത്ത കേസിലോട്ട് കടന്നാലോ? സിമിലർ വേ. അടുത്ത കേസ്. ഇവിടെ എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്? സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ്, ബിയോണ്ട് സി ആണ്. ഏറ്റവും ലളിതമായ ഇമേജ് ഫോർമേഷൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കടാ മക്കളെ. സോ ഒന്നാമത്തെ ലൈറ്റ് റേ എപ്പോഴും പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ് പോവുക. അതിനകത്ത് ഒരു മാറ്റമില്ല. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും ഒന്നാമത്തെ ലൈറ്റ് റേ എപ്പോഴും കടന്നു പോവുക. ഇങ്ങനെ പാരലലി പോകുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏതിലൂടെയാണ് വരിക? പാരലലി പോകുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഉറപ്പായും ഫോക്കസിലൂടെ ആയിരിക്കും വരിക. പാരലലി പോകുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു വരുന്നത് ഫോക്കസിലൂടെ ആയിരുന്നു. പിടിച്ചോ, ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു വരുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സെറ്റല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, ഒരു തർക്കമില്ലല്ലോ. രണ്ടാമത്തെ ലൈറ്റ് റേ അവൻ നേരെ പോയി ഇൻസിഡന്റ് ചെയ്യുന്നത് എവിടെയാണ്? പോളിലാണെന്ന് വിചാരിക്കുക. അവൻ നേരെ പോയി ഇൻസിഡന്റ് ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? പോളിലാണെന്ന് വിചാരിക്കുക. സോ പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അതേ ആംഗിളിൽ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തു വരും. സോ സെയിം ആംഗിളിൽ അവൻ എന്ത് ചെയ്യും? അവൻ അങ്ങ് റിഫ്ലക്ട് ചെയ്തു വരും. നോക്കടാ, അതേ ആംഗിളിൽ, ഏത് ആംഗിളിലാണ് ഇൻസിഡന്റ് ചെയ്തത് അതേ ആംഗിളിലാണ് അവൻ റിഫ്ലക്ട് ചെയ്തു വന്നത്. സോ രണ്ട് റേസും കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? രണ്ട് റേസും കൂട്ടിമുട്ടുന്നത് ഈ ഒരു പോയിന്റിലാണ്. ശരിയല്ലേ? രണ്ട് റേസും കൂട്ടിമുട്ടുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ ആ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. ആ പോയിന്റിലാണ് നമ്മുടെ പ്രതിബിംബ രൂപീകരണം നടക്കുക, ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ എന്റെ മക്കൾ പറയാം, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നിങ്ങൾ പറയാം എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? അത് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. സോ തലകീഴായ ഇൻവേർട്ടഡ് ആയ ഒരു ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്യുക. നമുക്ക് ഇമേജ് വരച്ചാലോ? നമുക്ക് ഇമേജ് വരയ്ക്കാം. കാരണം ലെഫ്റ്റ് ആയതുകൊണ്ട് അത് ഇൻവേർട്ടഡ് ആയിരിക്കും, തലകീഴായിട്ടുള്ളതായിരിക്കും. എന്താ പിടിച്ചോ? ഒരു ഇൻവേർട്ടഡ് ആയ ഇമേജ് ഞാൻ വരച്ചു. ദിസ് ഈസ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. ആ ഇമേജിന്റെ പ്രത്യേകതകളൊക്കെ നിസ്സാരമായിട്ട് പറയാൻ സാധിക്കില്ലേ? ഒന്നാമത്തെ ഇടതുഭാഗത്തായതുകൊണ്ട് അത് റിയൽ ഇമേജ് ആണ്, അത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇമേജിന്റെ വലുപ്പം നോക്കടാ, ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതല്ലേ? സോ ഇറ്റ് ഈസ് എ സ്മോൾ ഇമേജ്, ചെറിയ ഇമേജ് ആണ്. അടുത്തത് ഇമേജ് ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സ്മോൾ ആണ്. സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. അതിന്റെ മറ്റൊരു ചിത്രം വേറെ രീതിയിലാണ് ഈ ചിത്രം ഉള്ളത്. സോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ രീതിയിൽ പഠിക്കാം. സെന്റർ ഓഫ് കർവേച്ചറോടെ പോകുന്ന പോലെയാണ്. സോ ഏറ്റവും സിമ്പിൾ ഇതാണ്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഇമേജ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇതാണ് ഏറ്റവും, ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഒരു ടെൻഷനും വേണ്ട കേട്ടോ. അടുത്തത് അതിന്റെ ഫീച്ചേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ഇമേജ് ഫോർമേഷൻ നമുക്ക് നോക്കിയാലോ? ഒന്നാമത്തെ ലൈറ്റ് റേ, ഫസ്റ്റ് ലൈറ്റ് റേ പാരലലി ആണ് പോകുന്നത്. പാരലലി പോയ ലൈറ്റ് റേ ഏതിലൂടെയാണ് മക്കളെ കടന്നു വരിക? ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പാരലലി പോയ ലൈറ്റ് റേ കടന്നു വരുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. എന്താ പിടിച്ചോ? പാരലലി പോയ ലൈറ്റ് റേ നേരെ ഫോക്കസിലൂടെ കടന്നു വന്നു. അടുത്ത ലൈറ്റ് റേ എവിടെ പോയിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ചു. നേരെ പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫോക്കസിലൂടെ കടന്നു വരുന്ന പോലെ സെന്റർ ഓഫ് കർവേച്ചർ, അങ്ങനെ പല പല കേസ് പറയും. നമുക്ക് ഒരൊറ്റ കേസേ ഉള്ളൂ. രണ്ടാമത്തെ ലൈറ്റ് റേ എപ്പോഴും പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. ഇവർ ഒരു കൺഫ്യൂസിങ് ഫാക്ടേഴ്സും അവിടെ വേണ്ട. സോ നേരെ പോളിൽ പോയിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്. അങ്ങനെ പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്ത് എന്താ സംഭവിക്കുക? സെയിം ആംഗിളിൽ അവൻ റിഫ്ലക്ട് ചെയ്യും. ശരിയല്ലേ? ഇതാ സെയിം ആംഗിളിൽ അവൻ എന്ത് ചെയ്യുന്നു? അവൻ റിഫ്ലക്ട് ചെയ്യുന്നു. അതേ ആംഗിളിൽ, ഏത് ആംഗിളിലാണോ പോയി ഇൻസിഡന്റ് ചെയ്തത് അതേ ആംഗിളിൽ അവൻ റിഫ്ലക്ട് ചെയ്തു വരുന്നു. സോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് കാണുന്നില്ലേ? ആ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റിലാണ് രണ്ടുപേരും കൂട്ടിമുട്ടുന്നത്. ആ പോയിന്റ് ഇടതുഭാഗത്താണ്, ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പോൾ ഉണ്ടാവുന്ന ഇമേജ് റിയലും ഇൻവേർട്ടഡും അല്ലേ? സോ തല കീഴായിട്ടുള്ള ഇമേജിനെ ഞാൻ വരയ്ക്കുകയാണ്. യെസ്, ദിസ് ഈസ് ആൻ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. ഇത് ഇൻവേർട്ടഡ് ആയ തലകീഴായിട്ടുള്ള ഇമേജ് ആണ്.
ഓക്കെ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇമേജിന്റെ ഫീച്ചേഴ്സ് പറയടാ. ഇടതുഭാഗത്തായത് കൊണ്ട് അത് റിയൽ ആണ്, അത് ഇൻവേർട്ടഡ് ആണ്. മറ്റൊരു കാര്യം പറഞ്ഞേ, ഉണ്ടായിരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലാണ്. അവന്റെ വലുപ്പം നോക്കടാ, ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പമാണ് ഇമേജിനുള്ളത്. സോ സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? സോ റിയലും ഇൻവേർട്ടഡും സെയിം സൈസുമുള്ള ഒരു ഇമേജ് ആണ് സെന്റർ ഓഫ് കർവേച്ചറിനകത്ത് ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇമേജ് ഫോർമേഷൻ ഇവിടെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായില്ല? ഒരു സംശയം ഇല്ലാലോടാ. ഓൾ സെറ്റ്? ഹാപ്പി? ഫൈൻ. സോ ഗൈസ്, അടുത്തലോട്ട് കിടക്കുന്നു. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ്. ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്? സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും. സോ ഒന്നാമത്തെ ലൈറ്റ് റേ ശ്രദ്ധിക്കടാ, പാരലലി വരുന്നു. പാരലലി വരുന്ന ലൈറ്റ് റേ ഏതിലൂടെയാണ് കടന്നു പോവുക? നമുക്കറിയാം, പാരലലി വരുന്ന ലൈറ്റ് റേ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. എന്താ പോയി? ഫോക്കസിലൂടെ കടന്നുപോയി. ഞാൻ ആ റേ ഡയഗ്രാം ആയതുകൊണ്ട് ആരോ മാർക്ക് കൂടി ഇടുന്നുണ്ടേ. ഫൈൻ. രണ്ടാമത്തെ ലൈറ്റ് റേ വരുന്ന നേരെ പോളിലോട്ടാണ്. അതിനകത്തും നിങ്ങൾക്ക് തർക്കം ഉണ്ടാവില്ല. നേരെ പോളിലോട്ടാണ് സെക്കൻഡ് ലൈറ്റ് റേ വരുന്നത്. പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്ത ലൈറ്റ് റേ എങ്ങനെയാണ് തിരിച്ചു പോവുക? സെയിം ആംഗിളിലാണ് അവൻ തിരിച്ചു പോവുക. പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്ത ലൈറ്റ് റേ കടന്നു പോകുന്നത് സെയിം ആംഗിളിലായിരിക്കും. തർക്കമില്ലാലോ? ആർക്കും തന്നെ സംശയമില്ലാലോ? ഏത് ആംഗിളിലാണോ പോയി ഇൻസിഡന്റ് ചെയ്തത് അതേപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? അവൻ കടന്നു പോവുക. ഒരു സെക്കൻഡിലാ, സെന്റർ ഓഫ് കർവേച്ചറിന്റെ പൊസിഷൻ കുറച്ച് മാറ്റാനുണ്ട്. റൈറ്റ്. സോ അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും അവൻ എന്ത് ചെയ്യുക? അവൻ കടന്നു പോവുക എന്ന കാര്യം മനസ്സിലാക്കുക. എങ്കിൽ നമ്മുടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സോ ഞാൻ എൻ്റെ ഇമേജ് വരയ്ക്കട്ടാ. യെസ്, ദിസ് ഈസ് ദ ഇമേജ്. ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുക. ഇമേജിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ശരിയല്ലേ? ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആണ്. അടുത്തൊരു കാര്യം എന്താണ്? ഇമേജ് ഉണ്ടായിരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ്. ഇമേജ് ഉണ്ടായിരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ്. സോ നിങ്ങൾ തിരിച്ചറിയണം ഇമേജിന്റെ പ്രത്യേകത. അത് റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, ലാർജ് ഇമേജ് ആണ്. അവൻ ഉണ്ടായിരിക്കുന്നത് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആണ്. സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ്. ഓക്കെ അല്ലേ? സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ്. സോ ഇമേജ് ഫോംഡ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ആണ്. റെഡി അല്ലേ? അടുത്തലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന എവിടെയാണ്? ഒബ്ജക്റ്റ് ഉള്ളത് ഫോക്കസിലാണെന്ന് മനസ്സിലാക്കുക. ഒബ്ജക്റ്റ് ഉള്ളത് ഫോക്കസിലാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഒബ്ജക്റ്റ് ഫോക്കസിലാണെങ്കിൽ ഇമേജ് എങ്ങനെ വരിക? ഒരെണ്ണം നോക്കടാ, പാരലലി പോയി കഴിഞ്ഞാൽ ഏതിലൂടെയാണ് കടന്നു പോവുക? ഫോക്കസിലൂടെയാണ് കടന്നു പോകുക. നമുക്ക് എല്ലാവർക്കും അറിയാം, പാരലലി പോയി കഴിഞ്ഞാൽ അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെയാണ്. അതാ വിളിച്ചോ, പാരലലി പോയ ലൈറ്റ് റേ കടന്നു വരുന്നത് ഫോക്കസിലൂടെയാണ്. രണ്ടാമത്തെ ലൈറ്റ് റേന്റെ പ്രത്യേകത എന്താണ്? നേരെ പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്യും. പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്താൽ അതേ ആംഗിളിൽ അവൻ എന്ത് ചെയ്യും? സെയിം ആംഗിളിൽ റിഫ്ലക്ട് ചെയ്ത് പോകും. പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്താൽ സെയിം ആംഗിളിൽ അവൻ എന്ത് ചെയ്യും? അവൻ റിഫ്ലക്ട് ചെയ്ത് പോകും എന്ന കാര്യം മനസ്സിലാക്കുക. റെഡി അല്ലേ? സോ ഈ രണ്ട് ലൈറ്റ് റേസിന്റെയും പ്രത്യേകത എന്താണ്? ഇവർ രണ്ടുപേരും പാരലൽ ലൈറ്റ് റേസ് ആണ്. നമുക്കറിയാം, മാത്സിലൊക്കെ പഠിച്ചു പാരലൽ റേസ് ഒന്നും ഇന്റർസെക്ട് ചെയ്യില്ലാന്ന്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് അസ്യൂം ചെയ്യുന്നു? യെസ്, ഇവന്മാരങ്ങ് ഇൻഫിനിറ്റിയിൽ ഇന്റർസെക്ട് ചെയ്യുമെന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക. വി ജസ്റ്റ് അസ്യൂം ദാറ്റ് ദീസ് ടു ലൈറ്റ് റേസ് മേ ഇന്റർസെക്ട് അറ്റ് ഇൻഫിനിറ്റി. ഇവന്മാരെല്ലാം ഇൻഫിനിറ്റിയിൽ കൂട്ടിമുട്ടും എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് അസ്യൂം ചെയ്യുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. റൈറ്റ്. they will intersect at infinity. അവന്മാർ എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ഇൻഫിനിറ്റിയിൽ ഇന്റർസെക്ട് ചെയ്താൽ എന്താണ് മക്കളെ സംഭവിക്കുക? ഒന്ന് പറയടാ. ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ആ ഇമേജ് വളരെ വലുതാണ് എന്ന രീതിയിൽ കൂടി അസ്യൂം ചെയ്യുക. ഇമേജ് മേ ബി വെരി 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 ലാർജ്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി ലാർജ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലായി, അടിപൊളിയായിട്ട് മനസ്സിലായോ? ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്, ഇമേജ് വളരെ 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 വലുതാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഫൈൻ. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്തത്, ഒബ്ജക്റ്റ് ഉള്ളത് ഫോക്കസിനും പോളിനും ഇടയിലാണ്. ഇവിടെയും നമുക്ക് രണ്ട് റേ ഡയഗ്രാംസ് വരയ്ക്കാം, രണ്ട് റേസ് വരയ്ക്കാം. ഒന്നാമത്തെ പാരലലി പോകുന്ന ലൈറ്റ് റേ, അവൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു വരുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. രണ്ടാമത്തെ ലൈറ്റ് റേ പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്യുന്നു. അവൻ എന്ത് ചെയ്യും? അവൻ ഇതുപോലെ ഡൈവേർജ് ചെയ്തിട്ടാണ് വരിക. എങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ലൈറ്റ് റേ ഇങ്ങനെ പോയി, അവൻ ഇതിലൂടെ പോയി. രണ്ടാമത്തെ ലൈറ്റ് റേ ഇങ്ങനെ വന്നു, അവൻ എന്താ ഇതിലൂടെ പോയി. ഈ രണ്ട് ലൈറ്റ് റേസിൻ്റെയും പ്രത്യേകത എന്താണ്? ഇവന്മാർ രണ്ടുപേരും ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേസ് ആണ്, അകന്നകന്നു പോകുന്ന ലൈറ്റ് റേസ് ആണ്. ശരിയല്ലേ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരിക്കലും കൺവേർജ് ചെയ്യുന്നവന്മാരല്ല, പാരലലുമല്ല, അകന്നു പോകുന്നവന്മാരാണ്.
കൺവേർജ് ചെയ്താൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന് പറയാം. പാരലൽ ആണെങ്കിൽ ഇൻഫിനിറ്റിയിലെങ്കിലും ഇമേജ് ഫോം ചെയ്യുമെന്ന് പറയാം. ഡൈവേർജ് ചെയ്യുന്ന പോകുന്ന ലൈറ്റ് റേസ് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല, ഒരു പോസിബിലിറ്റിയും ഇല്ല. സോ എന്ത് മനസ്സിലാക്കാം? ഇവിടെ കൺവേർജ് ചെയ്തിട്ടോ ഇവന്മാര് മീറ്റ് ചെയ്തിട്ടോ ഇമേജ് ഫോം ചെയ്യില്ല. സോ വാട്ട് ഈസ് എ നെക്സ്റ്റ് പോസിബിലിറ്റി? യെസ്, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ രണ്ട് ലൈറ്റ് റേസിനെ നോക്കുന്ന സാഹചര്യത്തിൽ ഇവന്മാർ രണ്ടുപേരും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെടാം. നോക്കടാ, ഈ രണ്ട് ലൈറ്റ് റേസും ഏത് കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാവരും ശ്രദ്ധിക്കുക. 1 സെക്കൻഡ്. യെസ്, ഈ രണ്ട് ലൈറ്റ് റേസും ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നണം. തോന്നുന്നില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് തോന്നണം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തോന്നും ഈ രണ്ട് ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്, ഈ രണ്ട് ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവണം. ആ പോയിന്റ് ആക്ച്വലി ഒരു ഇമാജിനറി പോയിന്റ് ആണ്. നമുക്ക് ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. കാരണം നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു പോയിന്റിൽ നിന്നാണ് ലൈറ്റ് റേസ് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. യെസ്, നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. സോ ആ പോയിന്റിലായിരിക്കും നമ്മുടെ എന്ത് ഫോം ചെയ്യുക? നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. ഈ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുക. സോ ഈ പോയിന്റ് ഉള്ളത് മിററിന്റെ റൈറ്റ് സൈഡ് ആണ്, വലതുഭാഗത്താണ്. നമ്മൾ പഠിച്ച കാര്യമല്ലേ? റൈറ്റ് സൈഡ് ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താ മക്കളെ? റൈറ്റ് സൈഡ് ഉണ്ടാവുന്നതെല്ലാം വെർച്വൽ ഇമേജുകളാണ്. വെർച്വൽ ഇമേജുകളെല്ലാം ഇറക്റ്റ് ആണ് എന്നുകൂടി ഞാൻ പഠിപ്പിച്ചില്ലേ? യെസ്. സോ അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് എങ്ങനെയാണ്? അത് വെർച്വൽ ആയിരിക്കും, അത് ഇറക്റ്റ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സോ നിവർന്ന ഒരു ഇമേജാണ് ഉണ്ടാവുക, അത് വെർച്വൽ ഇമേജ് ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് ഇമേജ് ഫോർമേഷൻ മനസ്സിലായില്ലേ? സോ ഇമേജിന്റെ ഫീച്ചേഴ്സ് കൂടി പഠിച്ചു വെക്കുക. അത് വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ആണ്, ലാർജ് ഇമേജ് ആണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് കോൺവെക്സ് മിററിന്റെ കാര്യം. ഇതേപോലെ തന്നെ ലളിതമായി ഞാൻ പറഞ്ഞുതരാം. കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ ആണ് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി. ഇവൻ ഒരു ഡൈവേർജിങ് മിറർ ആയതിനാൽ തന്നെ ഒരിക്കലും ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യില്ല. അപ്പോൾ അവൻ ഡൈവേർജ് ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. ഈ ഡൈവേർജിങ് ആക്ച്വലി ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ 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 എങ്ങനെ വേണം ഡൈവേർജ് ചെയ്യാം. അപ്പോൾ അതിനൊരു കൃത്യമായ ഒരു ഐഡിയ പറയട്ടെ. ഈ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേ ഉറപ്പായും ശ്രദ്ധിക്കണം, ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേ ഉറപ്പായും ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം ഡൈവേർജ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായോ? ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേ ഉറപ്പായും ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം അനുഭവപ്പെടേണ്ടത്. സോ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഫോക്കസിൽ നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് ഇതാ ഇങ്ങനെ മാറ്റിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ ലൈറ്റ് റേ എവിടെ നിന്ന് വരുന്നത് പോലെയുണ്ട്? ആക്ച്വലി ഫോക്കസിൽ നിന്ന് വരുന്ന പോലെയില്ലേ? ആ രീതിയിൽ വേണം അവൻ ഡൈവേർജ് ചെയ്യാൻ, ആ രീതിയിൽ വേണം അവൻ ഡൈവേർജ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് അവൻ എങ്ങനെ പോയി? ഇങ്ങനെ പോയി. കാര്യം മനസ്സിലായില്ലേ? സോ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിങ്ങൾ ഡൈവേർജ് ചെയ്യിപ്പിക്കരുത്, അത് ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നണം. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? രണ്ടാമത്തെ ലൈറ്റ് റേ സെയിം പ്രിൻസിപ്പിൾ, ഒരു മാറ്റമില്ല. നേരെ പോളിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്നു. പോളിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അതേ ആംഗിളിൽ അവൻ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. പോളിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആംഗിളിൽ അവൻ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാ. ഈ ഒരു ആംഗിളിൽ വരുന്നു, ആ ആംഗിളിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. റൈറ്റ്, കൃത്യമായി മനസ്സിലായല്ലോ? സോ ഈ കാണുന്ന റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസിനെ ഞാനൊന്ന് പുറകോട്ട് വരയ്ക്കുകയാണ്. ഇവനെ ഞാനൊന്ന് പുറകോട്ട് വരച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ബ്ലാക്ക് മതി. സോ ഇവനെ ഞാനൊന്ന് പുറകോട്ട് വരച്ചാൽ എന്താ മക്കളെ ഈ ലൈറ്റ് റേനെ ഞാനൊന്ന് പുറകോട്ട് വരച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കാൻ നോക്കടാ? അത് ഞാൻ ഡോട്ടഡ് വെച്ച് തന്നെ വരയ്ക്കാം. കാരണം ഇവന്മാർ ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന രണ്ട് ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റിൽ വരുന്നതായി തോന്നാൻ വേണ്ടിയിട്ടാണ്. നോക്കടാ, ഈ ലൈറ്റ് റേയും ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? നോക്കടാ, പുറകിക്ക് വരച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. സോ ആ കോമൺ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. സോ ആ കോമൺ പോയിന്റിൽ ഉണ്ടാവുന്ന ഇമേജ് നമുക്ക് വരച്ചാലോ? യെസ്, നമുക്കറിയാം അത് റൈറ്റ് സൈഡ് ആണ്. സോ വെർച്വലും ഇറക്റ്റുമാണ്. സോ വെർച്വലും ഇറക്റ്റുമായി ഞാനൊരു ഇമേജ് വരയ്ക്കുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ആ ഇമേജ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. വെർച്വലും ഇറക്റ്റുമായ ഒരു ഇമേജാണ് വരച്ചത്, അത് വലതുഭാഗത്താണ് വരച്ചത്. ഇമേജിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് പറയാലോ. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. അതുപോലെ തന്നെ വെർച്വൽ ഇമേജുകളെല്ലാം ഇറക്റ്റ് ആണ്, സ്മോൾ ഇമേജ് കൂടിയാണ്. ഇതാണ് കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ. ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കൂളുകളിൽ മേ ബി ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ സെക്കൻഡ് ലൈറ്റ് റേ ഇതുപോലെ പോളിലോട്ട് പോയി തട്ടി തിരിച്ചു വരുന്ന പോലെ ആയിരിക്കില്ല വരയ്ക്കുക. ടീച്ചർ വേറെ ഏതെങ്കിലും മെത്തേഡ് പറയുമായിരിക്കും. പക്ഷേ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഈ മെത്തേഡ് തന്നെയാണടാ. കാരണം ഇതാണുമ്പോൾ എല്ലാത്തിലും ഒരേപോലെ അപ്ലൈ ചെയ്യാം. കാരണം ടീച്ചർ പറയുന്ന മെത്തേഡ് ഓരോ ഡയഗ്രാമിലും ഡിഫർ ആയിരിക്കും. ചിലത് ടീച്ചർ പറയും ഫോക്കസിലൂടെ കടത്തിവിടാൻ, ചിലത് ടീച്ചർ പറയും സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടത്തിവിടാൻ. ലൈക്ക് അപ്പോൾ ടീച്ചർ ഓരോ രീതിയിലായിരിക്കും പറയുക. സോ നമ്മളെല്ലാത്തിലും ഒരേ ലോജിക്ക്. ഫസ്റ്റ് ലൈറ്റ് റേ പാരലലി വരുന്നു,
സെക്കൻഡ് ലൈറ്റ് റേ ഉറപ്പായും പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്യുന്നു. ഈ രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. എല്ലാ റേ ഡയഗ്രാംസും ഈസി ആയി തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. സോ ആൻസർ ഈസ് വെർച്വൽ ഇഫക്റ്റ്. പിന്നെ എന്തിനാണ് ഈ ചിത്രം കൊടുത്തതെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞാൻ ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല, പക്ഷേ ഇതെല്ലാവർക്കും ഡൈജസ്റ്റ് ആവും. ഏറ്റവും ലളിതമായ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാനൊരു ചിത്രം നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഞാൻ സിംപിളി ഇത് പഠിച്ചാൽ മതി എന്നല്ല, ഞാനത് വരച്ച് കാണിച്ചു തരാൻ കാരണം നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. ആ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അടുത്ത കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഞാനത് ഈസി ആയി പറഞ്ഞുതരാം. ഈ ഡയഗ്രാം ഒന്നും കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിക്കണമെന്നില്ല. അതിനല്ലേ മുത്തേ മാമനുള്ളത് വാടാ. സോ നമ്മൾ മാത്സിനകത്ത് നിങ്ങളൊക്കെ ഈ കോർഡിനേറ്റുകൾ അഥവാ ഗ്രാഫൊക്കെ വരച്ച് ശീലിച്ച ആളുകളായിരിക്കില്ലേ? തീർച്ചയായും മാത്സിനകത്ത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഗ്രാഫൊക്കെ വരച്ച് ശീലിച്ച ആളുകളായിരിക്കും, ശരിയല്ലേ? അതെ. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഗ്രാഫ് നിങ്ങളൊന്ന് പറ. ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? വലത്തോട്ടുള്ളതിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ വലത്തോട്ടുള്ളതിനെയും മുകളിലോട്ടുള്ളതിനെയും താഴോട്ടുള്ളതിനെയൊക്കെ എന്താ വിളിക്കുക? യെസ്, വലത്തോട്ടുള്ളതിനെ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് വിളിക്കും. മുകളിലോട്ടുള്ളതിനെ പോസിറ്റീവ് വൈ ആക്സിസ് എന്ന് വിളിക്കും. താഴോട്ടുള്ളതിനെ നെഗറ്റീവ് വൈ ആക്സിസ്. ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് എന്നാണ് വിളിക്കുക, ശരിയല്ലേ? ഇങ്ങനെയല്ലേ വിളിക്കുക. നടുവിലുള്ളത് സെൻറ്റർ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. റെഡി? സോ ഞാൻ ഈ എക്സും വൈ ഒക്കെ ഒന്ന് വായിച്ചു തരട്ടെ. എക്സ് പോ, വൈ പോ, ഇവിടെയും വൈ പോ, ഇവിടെയും എക്സ് പോ, എല്ലാം പോയി. സോ എന്താ കിട്ടിയത്? വലത്തോട്ടുള്ളതിന് പോസിറ്റീവ്, മുകളിലോട്ടുള്ളതിന് പോസിറ്റീവ്, താഴോട്ടുള്ളതിന് നെഗറ്റീവ്, ഇടത്തോട്ടുള്ളതിന് നെഗറ്റീവ്. ഇതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പോൾ നമ്മളിവിടെ ഒരു മിറർ എടുത്തു എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ മിററാണെന്ന് വിചാരിക്കുക. ലൈക്ക് ഇത് നമ്മുടെ മിറർ ആണെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ആസ് അവർ മിറർ. ഇത് നമ്മുടെ മിറർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഈ മിററിന് എന്താ പ്രത്യേകത? മിറർ ഒരു കോൺകേവ് മിറർ ആണ്. അത് തന്നെയാണ് പ്രത്യേകത. മിറർ എങ്ങനെയുള്ള മിററാണ്? അതൊരു കോൺകേവ് മിറർ ആണെന്ന് വിചാരിക്കുക. സോ എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ എടുക്കുക? മിററിന്റെ ടുവേർഡ്സ് റൈറ്റ് ഉള്ളതെല്ലാം പോസിറ്റീവ്, മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ്, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. കാര്യം മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലായോ? സോ മുകളിലോട്ടുള്ള മെഷർമെന്റ് എല്ലാം പോസിറ്റീവ്, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ്, ഇങ്ങോട്ടുള്ളതെല്ലാം നെഗറ്റീവ്, വലത്തോട്ടുള്ളതെല്ലാം പോസിറ്റീവ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സപ്പോസ് നമ്മളൊരു ഒബ്ജക്റ്റിന് ഇവിടെ വരയ്ക്കുകയാണ്. ദിസ് ഈസ് ആൻ ഒബ്ജക്റ്റ്. ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. വലിയ ബുദ്ധിമുട്ടില്ല. ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റ് ഉള്ളത് ഇടതുഭാഗത്താണ്. സോ ഡിസ്റ്റൻസ് നോക്കണം. എല്ലാവരും ശ്രദ്ധിക്കടാ. സോ ഈ പറയുന്ന മിററിന്റെ പോളിൽ നിന്ന്, എല്ലാവരും ശ്രദ്ധിക്കുക, മിററിന്റെ പോളിൽ നിന്ന് ഈ കാണുന്ന ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരം, പോളിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരം ഞാൻ എടുക്കുകയാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഈ ദൂരം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങോട്ടുള്ള മെഷർമെന്റ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്ന പോളിൽ നിന്നായിരിക്കണം കേട്ടോ. എല്ലാ മെഷർമെന്റുകളും പോളിൽ നിന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ പോളിൽ നിന്ന് ഈ പറഞ്ഞ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം, ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. സോ പോളിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം അത് ഇടത്തോട്ടുള്ള മെഷർമെന്റ് അല്ലേ? സോ ടുവേർഡ്സ് ലെഫ്റ്റ് ഉള്ളതെല്ലാം എങ്ങനെയുള്ളതാണ്? അവയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. റൈറ്റ്? നെഗറ്റീവ്. റൈറ്റ്? കാര്യം കൃത്യമായി മനസ്സിലായില്ലേ? സോ ഒബ്ജക്റ്റ് ഇരിപ്പുള്ളത് ഇടതുഭാഗത്താണ്. സോ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരം എല്ലാം എന്തായിരിക്കും? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അവയെല്ലാം നെഗറ്റീവ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. റൈറ്റ്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സപ്പോസ് ഇതിൻ്റെ ഒരു ഇമേജ് നമുക്ക് ലഭിച്ചു എന്ന് വിചാരിക്കാം. ഈ പറയുന്നതിൻ്റെ ഒരു ഇമേജ് നമുക്ക് ലഭിച്ചു. സോ ഇമേജ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്കൊരു ഇമേജ് വരയ്ക്കാലോടാ. ഞാൻ ഒരു ഇമേജ് വരയ്ക്കുവാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് എനിക്ക് ഇവിടെ ആയിട്ട് ലഭിച്ചു എന്ന് വിചാരിക്കുക. സപ്പോസ് വെറുതെ ഒരു എക്സാമ്പിൾ പറയുവാണെടാ. ഇമേജിൻ്റെ കോർ ആധികാരികമായി നിങ്ങൾ നോക്കരുത്. സിംപ്ലി ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ഓക്കെ, ഇതൊരു ഇമേജ് ആണെന്ന് വിചാരിക്കുക. ഇമേജിൻ്റെ ഡിസ്റ്റൻസും എന്തായിരിക്കും? ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇവിടെയുള്ള ഇമേജ് ഡിസ്റ്റൻസും എന്തായിരിക്കും? അതും ഇടത്തോട്ടല്ലേ ഇമേജ് ഡിസ്റ്റൻസ്. സോ അതിനാൽ തന്നെ ഇമേജ് ഡിസ്റ്റൻസും എന്തായിരിക്കും? അതും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇടത്തോട്ടുള്ള മെഷർമെന്റുകളെല്ലാം നെഗറ്റീവാണ്. അത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഇമേജ് ആണെങ്കിലും അതിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്തൊരു കാര്യം, ഇവന്മാരുടെ ഹൈറ്റ് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതാണ് ഒബ്ജക്റ്റിന്റെ ഉയരം, ശരിയല്ലേ? ഇതാണ് ഒബ്ജക്റ്റിന്റെ ഉയരം. ഈ ഒബ്ജക്റ്റിന്റെ ഉയരം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറയടാ മക്കളെ. മുകളിലോട്ടുള്ള മെഷർമെന്റുകളെല്ലാം പോസിറ്റീവ് അല്ലേ? സോ ഒബ്ജക്റ്റിന്റെ ഉയരം എന്തായിരിക്കും? ഒരു തർക്കവും വേണ്ട, ഒബ്ജക്റ്റിന്റെ ഉയരം പോസിറ്റീവ് ആയിരിക്കും. അടുത്തത് ഇമേജിന്റെ ഉയരം എടുക്കാം. ഇമേജിന്റെ ഉയരം എങ്ങോട്ട് എടുക്കുക? താഴോട്ടാണ് എടുക്കുക. ഇതല്ലേ ഇമേജ്. സോ ഇമേജിന്റെ ഉയരം നമ്മൾ താഴോട്ടാണ് എടുക്കുക. സോ ഇമേജിന്റെ ഉയരം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് അല്ലേ? സോ ഇമേജിന്റെ ഉയരം എന്താണ്? അത് നെഗറ്റീവ് ആയിരിക്കും. കാര്യം മനസ്സിലായോ? സോ ടുവേർഡ്സ് ലെഫ്റ്റ് എല്ലാം നെഗറ്റീവ്, ടുവേർഡ്സ് റൈറ്റ് എല്ലാം പോസിറ്റീവ്, മുകളിലോട്ടെല്ലാം പോസിറ്റീവ്, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ്. സോ ഈ കാര്യം മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതാണ് സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഹാപ്പി? ക്ലിയർ? അടുത്ത കാര്യം,
കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ പൊതുവേ നമ്മൾ യു എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഇമേജ് ഡിസ്റ്റൻസിനെ പൊതുവേ വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ യു എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഇമേജ് ഡിസ്റ്റൻസിനെ വി എന്നാണ് ഡിനോട്ട് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും, ഒരു മാറ്റമില്ല. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇമേജ് ഡിസ്റ്റൻസിന്റെ കാര്യം, അത് റിയൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും, വെർച്വൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എല്ലാ കേസിലും നെഗറ്റീവ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് റിയൽ ഇമേജ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, വെർച്വൽ ഇമേജ് ആണെങ്കിൽ പോസിറ്റീവ്. കാരണം റിയൽ ഇമേജ് എല്ലാം ലെഫ്റ്റ് സൈഡാണ് ഉണ്ടാവുക, സോ നെഗറ്റീവ് ആയിരിക്കും ഇമേജ് ഡിസ്റ്റൻസ്. വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നത് റൈറ്റ് സൈഡ് ആണ്, അത് പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെയല്ല ഉണ്ടാവുക, സോ ഇമേജ് ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഇപ്പോൾ വെർച്വൽ ഇമേജിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. ഇവിടെ നോക്കണം, ഫോക്കസിന്റെ കാര്യമാണ്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോൺകേവ് മിററിന്റെ ഫോക്കസ് ഉള്ളത് ഇടതുഭാഗത്താണ്. സോ ഇടത്തോട്ടുള്ള മെഷർമെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ അതെന്താണ്? ഇടത്തോട്ടുള്ള മെഷർമെന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആണോടാ നെഗറ്റീവ് ആണോ എന്ന് വേഗം പറ. ഇടത്തോട്ടുള്ള മെഷർമെന്റുകളെല്ലാം എന്താണ്? അത് നെഗറ്റീവ് ആണ്. സോ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി കോൺവെക്സിന്റെ കാര്യത്തിലോട്ട് വരാം. കോൺവെക്സിന്റെ കാര്യത്തിൽ ഫോക്കസ് വരുന്നത് എവിടെയാണ്? വലത് സൈഡാണ്. അപ്പോൾ എന്റെ മക്കൾ പറ, വലത്തോട്ടുള്ള മെഷർമെന്റുകളെല്ലാം പോസിറ്റീവ് അല്ലേ? സോ കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായി. ഈ ലോജിക്ക് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. സോ യുവും വിയും എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് മനസ്സിൽ എല്ലാവരും ഉറപ്പിച്ചു വെക്കുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഇമേജ് ഡിസ്റ്റൻസ് റിയൽ ഇമേജ് ആണെങ്കിൽ നെഗറ്റീവ്, വെർച്വൽ ഇമേജ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. സെറ്റ്. അടുത്തത് ആറും എഫും തമ്മിലുള്ള റിലേഷൻ ആണ്. ജസ്റ്റ് സിംപ്ലി ഒന്ന് പഠിച്ചു വെച്ചോ. ദാറ്റ് ഈസ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും. അഥവാ ആർ ഈക്വൽ ടു എന്ത് എഴുതാം? 2f എന്ന് എഴുതാം. ഈ റിലേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. അടുത്ത് മിറർ ഫോർമുലയാണ് 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്, യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. ഈ ഒരു ഫോർമുല കൂടി പഠിച്ചു വെച്ചോ. എഫ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി. ഒന്ന് റീഅറേഞ്ച് ചെയ്താണ്. ഇവനെ ഇങ്ങോട്ട് ഗുണിച്ചു, ഇവരിങ്ങോട്ട് ഗുണിച്ചു, ഇവന്മാരെ പരസ്പരം ഗുണിച്ചു. അപ്പോൾ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി എന്ന് കിട്ടും കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചോ. മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എത്രത്തോളം ചെറുതാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് മാഗ്നിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഫോർമുല HI/H0 ആണ്. അഥവാ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇതാണ് ഫോർമുല. മറ്റൊരു ഫോർമുല കൂടിയുണ്ട്, -v/u. വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. കോൺസെപ്റ്റ് കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. അതായത് ഇപ്പം സപ്പോസ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, മാഗ്നിഫിക്കേഷൻ കുറച്ച് റൂൾസ് ഉണ്ട്, അത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആയിരിക്കും. ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ്, ഇമേജ് വിൽ ബി റിയൽ ഇമേജ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് ഒരു വെർച്വൽ ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആണ്, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വെർച്വൽ. റിയൽ ആണെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും, വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. അതുകൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത കാര്യം, നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കണം. മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ലാർജ് ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് സ്മോൾ ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതുകൂടി മനസ്സിലൊന്ന് ഉറപ്പിച്ച് വെക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ്, മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലാർജ് ഇമേജ് ആയിരിക്കും, മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ സ്മോൾ ഇമേജ് ആണ്, മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം, കുറച്ചൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സപ്പോസ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -3 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? മാഗ്നിഫിക്കേഷൻ -3 ആണെങ്കിൽ ഫീച്ചേഴ്സ് എന്തായിരിക്കും? ഒന്നാമത്തെ, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ പറയാൻ പറ്റും അതെങ്ങനെയുള്ളതാണ്? അത് റിയൽ ആണ്. പറടാം. യെസ്, അത് റിയൽ ആണ്, അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അടുത്തത്, മാഗ്നിഫിക്കേഷന് മോഡുലസ് എടുക്കാം. നെഗറ്റീവ് നമ്പേഴ്സിനെ മോഡുലസ് എടുത്താൽ അതെന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. 3 ആയിട്ട് കിട്ടും. മോഡുലസ് എപ്പോഴും നെഗറ്റീവ് നമ്പേഴ്സിന് മോഡുലസ് എടുത്താൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് നമ്പേഴ്സിന് മോഡുലസ് എടുത്താൽ പോസിറ്റീവ് തന്നെയാണ്, മാറ്റം ഉണ്ടാവില്ല. മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ സൈൻ മാറും. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ മാറില്ല.
ഓൾവേസ് പോസിറ്റീവ് തന്നെയായിരിക്കും, റൈറ്റ്. സോ നെഗറ്റീവ് നമ്പേഴ്സിന്റെ മോഡുലസ് എടുത്താൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടി. 3 എന്ന് പറഞ്ഞാൽ എന്തിനേക്കാളും വലുതാണ്? 1 വലുതാണ്. സോ ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും? അത് ഉറപ്പായും ഒരു ലാർജ് ഇമേജ് ആയിരിക്കും. സോ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ലാർജ്. ഇത്രയും കാര്യം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ലേ? മറ്റൊരു എക്സാമ്പിൾ പറയാം. മറ്റൊരു എക്സാമ്പിൾ എല്ലാവരും ശ്രദ്ധിക്കണം. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, സപ്പോസ് ദ മാഗ്നിഫിക്കേഷൻ ഈസ് +2. അപ്പം നിങ്ങൾ പറ, മാഗ്നിഫിക്കേഷൻ ഇവിടെ എന്താണ്? പോസിറ്റീവാണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എങ്ങനെയുള്ളതാണ്? അത് വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്. അടുത്ത കാര്യം, മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് വാല്യൂ, അതായത് 2ന്റെ മോഡുലസ് എടുത്താൽ പോസിറ്റീവ് അല്ലേ? സോ പോസിറ്റീവ് തന്നെയാണ് വരിക. 2 എന്ന് പറഞ്ഞാൽ 1 വലുതാണ്. സോ ഇമേജ് എങ്ങനെയുള്ളതാണ്? ഇമേജ് ഒരു ലാർജ് ഇമേജ് ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം, ലാസ്റ്റ് എക്സാമ്പിൾ. നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -1 ആണെന്ന് വിചാരിക്കുക. ഇമേജിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാലോ. -1. സോ അത് മൈനസ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും? അത് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് എടുക്കടാ. സോ മോഡുലസ് ഓഫ് -1. മോഡുലസ് ഓഫ് -1 എടുത്താൽ 1 അല്ലേ കിട്ടുക? 1 കിട്ടുകയും നമുക്കറിയാം അത് സെയിം സൈസ് അല്ലേ? സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് മാഗ്നിഫിക്കേഷനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് റിയൽ ഇമേജ് ആണോ, ഇൻവേർട്ടഡ് ഇമേജ് ആണോ, ലാർജ് ഇമേജ് ആണോ, സ്മോൾ ഇമേജ് ആണോ എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുക കേട്ടോ. അടുത്തത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ നെക്സ്റ്റ് സെഗ്മെന്റിലോട്ട് കിടക്കുന്നതാണ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു തരട്ടെ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ്. ലൈറ്റിന് സംഭവിക്കുന്ന ചരിവിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുക. ലാലേട്ടിന്റെ തോള് പോലെ ലൈറ്റ് ഒന്ന് ചരിഞ്ഞു പോകും. എവിടെ നിന്ന് എങ്ങോട്ട് പോകുമ്പോഴാണ്? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പാത്തിന് സംഭവിക്കുന്ന ഡീവിയേഷനെയാണ്, ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ എന്ന് പറയുക. ദ ഡീവിയേഷൻ ഓഫ് പാത്ത് ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ. ആ പറയുന്ന പാത്തിന് സംഭവിക്കുന്ന ഡീവിയേഷനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയുക. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെക്കുക. എല്ലാവരും പഠിച്ചു വെക്കണം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഓക്കെ. അടുത്ത റിഫ്രാക്ഷൻ സംഭവിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ചെറുതായിട്ട് ജലദോഷം വന്നിട്ടുണ്ട്, ഒരു സെക്കൻഡാ. റിഫ്രാക്ഷൻ സംഭവിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലും. ഒന്നാമത്തെ, ലൈറ്റ് റേ ഉറപ്പായും ചരിഞ്ഞു വന്ന് പതിക്കണം. ഇറ്റ് ഷുഡ് ബി fall in obliquely. Obliquely എന്ന് പറഞ്ഞാൽ ചരിഞ്ഞു വന്ന് പതിക്കണം. ഒരിക്കലും നേരെ പതിച്ചു കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ചരിഞ്ഞു വന്ന് പതിച്ചാൽ മാത്രമേ റിഫ്രാക്ഷൻ സംഭവിക്കത്തുള്ളൂ. അടുത്തത്, ദ ടു മീഡിയം മസ്റ്റ് ഹാവ് ഡിഫറൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. രണ്ട് മാധ്യമങ്ങൾക്കിടയിൽ, രണ്ട് മീഡിയംസും തമ്മിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം വേണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രകാശ സാന്ദ്രത എന്നാണ് മലയാളത്തിൽ പറയുക. അതായത് എല്ലാ മീഡിയത്തിലൂടെയും ലൈറ്റ് ഒരേ വേഗതയിലല്ല സഞ്ചരിക്കുക. ഇപ്പോൾ വാട്ടറിലൂടെ സഞ്ചരിക്കുന്ന പോലെയല്ല എയറിലൂടെ സഞ്ചരിക്കുക. ആ എയറിലൂടെ സഞ്ചരിക്കുന്ന പോലെയല്ല വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡിലൂടെ സഞ്ചരിക്കുക. സോ ഓരോന്നിലൂടെയും ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുക. അതിന് കാരണം ഓരോ മീഡിയത്തിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലൂടെ സ്ലോ ആയിട്ടായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലൂടെ ലൈറ്റ് സ്പീഡ് ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുക. സോ രണ്ട് കണ്ടീഷൻസ് ആണ് റിഫ്രാക്ഷൻ ഉള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ ഷുഡ് ഫാൾ ഒബ്ലിക്വലി, ലൈറ്റ് റേ ചരിഞ്ഞു വന്ന് പതിക്കണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ട് മീഡിയംസും തമ്മിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് വേണം. സോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിനകത്ത് ഉറപ്പിച്ച് വെക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഞാൻ പറഞ്ഞ കാര്യമാണ്. ലൈറ്റിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇടാം. അടുത്തത് നോക്കടാ, നിങ്ങൾക്കൊരു പൊതുവെ ഞാൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല, എങ്കിലും ഇത് ചെറിയൊരു കാര്യമാണ്. ഇവിടെ ഓരോ മീഡിയത്തിനുള്ള ലൈറ്റിൻ്റെ സ്പീഡ് നൽകി. വാക്വത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഡ്, വാട്ടറിൽ കുറവ്, ഗ്ലാസിൽ പിന്നെയും കുറവ്, ഡയമണ്ടിൽ പിന്നെയും കുറവ്. ഇതിൽ ഏത് മീഡിയത്തിലായിരിക്കും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടാവുക? ഞാൻ പറഞ്ഞു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറവായിരിക്കും. സോ ഏത് മീഡിയത്തിലാണ്? ഡയമണ്ടിനാണ്. കാരണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ സ്പീഡ് കുറവായിരിക്കും. ലൈറ്റിന് ഏറ്റവും കുറവ് സ്പീഡ് ഉള്ളത് എവിടെയാണ്? ഡയമണ്ടിലാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് എ ബേസിക് ലോജിക്. അടുത്തത് റിഫ്രാക്ഷനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളാണ്. സിമ്പിളായി പറഞ്ഞുതരാം. ഈ വരച്ചിരിക്കുന്ന നോർമലാണ്. ദിസ് ഈസ് നോർമൽ. ഒന്നാമത്തെ കേസിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ്. എയർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ, ശരിയല്ലേ? എയർ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്. അതിനാൽ തന്നെ എയറിനെ വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരെന്താണ്? എയറിന് നമുക്ക് റയറർ മീഡിയം എന്ന് പറയാം. ഡെൻസിറ്റി കുറഞ്ഞവനെ റയറർ മീഡിയം. വാട്ടർ എന്ന് പറഞ്ഞാൽ എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടിയവനാണ്. സോ അവനെ ഡെൻസർ മീഡിയം എന്ന് പറയാം.
എയർ എന്ന് പറഞ്ഞാൽ റെയറർ മീഡിയമാണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ഡെൻസർ മീഡിയം ആണെന്ന് മനസ്സിലാക്കുക. സോ ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും ഈ ലൈറ്റ് ഇങ്ങനെ പോവേണ്ടിയിരുന്നവനായിരുന്നു. പക്ഷെ അവൻ എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്? അവൻ നോർമലിനടുത്തോട്ടാണ് ബെൻഡ് ചെയ്യുന്ന കാര്യം മനസ്സിലായോ? സോ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അവൻ നോർമലിനടുത്തോട്ടായിരിക്കും ബെൻഡ് ചെയ്യുക. ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത കേസ് ഗ്ലാസും വാട്ടറും എടുത്തു. ഇവിടെ നമുക്കറിയാം ഗ്ലാസ് ആണ് ഡെൻസർ മീഡിയം, വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ഒരു റെയറർ മീഡിയം ആണ്. ശരിയല്ലേ? യെസ്. സോ ഈ സാഹചര്യത്തിൽ ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ടാണ് പോകുന്നത്. ആക്ച്വലി ഈ ലൈറ്റ് റേ ഇങ്ങനെ പോവേണ്ടിയിരുന്ന ലൈറ്റ് റേ ആയിരുന്നില്ലേ? പക്ഷെ അവൻ എങ്ങനെയാണ് ഇപ്പോൾ ബെൻഡ് ചെയ്തത്? അവൻ നോർമലിൽ നിന്ന് അകന്നിട്ടാണ് പോയത്. ശരിയല്ലേ? നോർമലിൽ നിന്ന് അകന്നിട്ടാണ് പോയത്. സോ അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അവൻ നോർമലിൽ നിന്ന് അകന്നു പോകുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഞാൻ പറഞ്ഞു, സ്ട്രെയിറ്റ് ആയിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും റിഫ്രാക്ഷൻ നടക്കില്ല. റിഫ്രാക്ഷന്റെ കണ്ടീഷനിൽ തന്നെ പറയുന്നുണ്ട് ലൈറ്റ് റേ ഷുഡ് ഫാൾ ഒബ്ലിക്വലി. ചരിഞ്ഞു വന്ന് വേണം ലൈറ്റ് റേ വന്ന് പതിക്കാൻ. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ സംഭവിക്കണം? ഒരിക്കലും റിഫ്രാക്ഷൻ സംഭവിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത ഒരു ഗ്ലാസ് സ്ലാബിലൂടെയുള്ള റിഫ്രാക്ഷൻ ആണ് കാണുന്നത്. നമുക്ക് രണ്ട് സെഗ്മെന്റ് ആയിട്ട് ഇതിനെ മുറിക്കാം. ഒന്നാമത്തെ സർഫേസ്, ഫസ്റ്റ് സർഫേസ്, ദിസ് ഈസ് കൺസിഡർ ആസ് ഫസ്റ്റ് സർഫേസ്. ഈ ഫസ്റ്റ് സർഫേസ് എ ബി കാണുന്നുണ്ടാ? ഓക്കെ, എ ബിക്കകത്ത് എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് വന്ന് വീഴുന്നതാ. ഇതാണ് ഇൻസിഡന്റ് റേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഐ എന്ന് പറയുന്നത്. ഇവിടെ ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? എയർ എന്ന് പറഞ്ഞാൽ ഒരു റെയറർ മീഡിയമാണ്, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെൻസർ മീഡിയമാണ്. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാ ബെൻഡ് ചെയ്യുക? യെസ്, ഉറപ്പായും നമുക്കറിയാം ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. ആക്ച്വലി ഈ ലൈറ്റ് റേ ഇങ്ങനെ പോവേണ്ടിയിരുന്ന ലൈറ്റ് റേ ആയിരുന്നു. ശരിയല്ലേ? പക്ഷെ അവൻ എങ്ങനെയാ ബെൻഡ് ചെയ്തത്? അവൻ നോർമലിനടുത്തോട്ടാണ്, ഇതാണ് നോർമൽ, അവൻ നോർമലിനടുത്തോട്ടാണ് ബെൻഡ് ചെയ്തത്. ഫസ്റ്റ് കേസ് ക്ലിയർ അല്ലേ? റൈറ്റ്, അവൻ നോർമലിനടുത്തോട്ടാണ് ബെൻഡ് ചെയ്തത്. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഫസ്റ്റ് സർഫേസിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അടുത്ത സെക്കൻഡ് കേസിലോട്ട് വരുന്നു. ഇതാണ് സെക്കൻഡ് സർഫേസ്. ഈ സർഫേസിനെ ശ്രദ്ധിക്കുക, ഗ്ലാസിൽ നിന്ന് എയറിലോട്ടാണ് വരുന്നത്. സോ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെൻസർ മീഡിയമാണ്, എയർ എന്ന് പറഞ്ഞാൽ ഒരു റെയറർ മീഡിയമാണ്. സോ ഡെൻസർ ടു റെയറർ വരുമ്പോൾ എങ്ങനെയാ ബെൻഡ് ചെയ്യുക? ആക്ച്വലി അവൻ പോവേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, പക്ഷെ അവൻ എങ്ങനെയാ പോവുക? അവൻ ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? യെസ്, ഒരു സംശയവും വേണ്ട, എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും ബെൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? എവേ ഫ്രം ദ നോർമൽ ആണ് അവൻ എന്ത് ചെയ്യുക? ബെൻഡ് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക. ആക്ച്വലി ഇതാണ് കോൺസെപ്റ്റ്. മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇത് നമുക്ക് ആംഗിൾ ഓഫ് എമർജൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞു വെച്ചാൽ, ഇത് ആംഗിൾ ഓഫ് എമർജൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും എന്തായിരിക്കും? ഈക്വലന്റ് ആയിരിക്കും എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രിസത്തിന്റെ ഈ ഗ്ലാസ് സ്ലാബിന്റെ കാര്യത്തിൽ, പ്രിസമല്ല ഗ്ലാസ് സ്ലാബിന്റെ കാര്യത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വലന്റ് ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെച്ചു. റൈറ്റ്, ഇതാണ് കോൺസെപ്റ്റ്. സെറ്റ്, മുന്നോട്ട് പോവാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലളിതമായി തന്നെ പറഞ്ഞുതരാം. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ, it is a ratio between speed of light in air or vacuum divided by speed of light in a particular medium. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എയർ അല്ലെങ്കിൽ വാക്വം രണ്ടിനും ഒരേ സ്പീഡാണ് ലൈറ്റിന്. എയറിലൂടെയും വാക്വത്തിലൂടെയും ലൈറ്റിന്റെ സ്പീഡ് ഒന്ന് തന്നെ ആയിരിക്കും. അത് ഇപ്പോൾ സി എന്ന് പറഞ്ഞാൽ എയറിലൂടെയോ അല്ലെങ്കിൽ വാക്വത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡാണ്. ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഈ വേഗതയിൽ തന്നെയാണ് വാക്വത്തിലൂടെയും എയറിലൂടെയും ട്രാവൽ ചെയ്യുക കേട്ടോ. സോ സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ്. അതിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക. ഒരു ഉദാഹരണം, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. കാര്യം മനസ്സിലായോ? സോ ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കാര്യം. സോ സി ഡിവൈഡ് ബൈ വി എന്നാണ് വരിക. സിയുടെ വാല്യൂ ഞാൻ എഴുതിയിട്ടുണ്ട്. വി എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിൽ എത്ര വേഗതയിലാണ് ട്രാവൽ ചെയ്യുന്നത്, അതാണ് വി എന്ന് പറയുക. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല? നോ യൂണിറ്റ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആസ് നോ യൂണിറ്റ്. അടുത്ത ലോസ് ഓഫ് റിഫ്രാക്ഷന്റെ ലോസ് ആണ്. സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഈ പറഞ്ഞതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ നോർമൽ ആൾവേസ് ബി ഇൻ ദ സെയിം പ്ലെയിൻ. ഇത് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ പറയാറിയോ? ഇൻസിഡന്റ് റേ അവിടെ പറഞ്ഞ പോലെ തന്നെ മാറ്റാം. എന്താ നോക്കണം, ആംഗിൾ മാറ്റി ഞാൻ എങ്ങനെ മാറ്റുന്നേ? ഇൻസിഡന്റ് റേ. അടുത്ത് റിഫ്രാക്റ്റഡ് റേ. അങ്ങനെ ആക്കാം, കുറച്ചുകൂടി നിങ്ങൾക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പഠിഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. ആൻഡ് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, യെസ്, ആൻഡ് ദ നോർമൽ ആൾവേസ് ബി ഇൻ ദ സെയിം പ്ലെയിൻ. അവിടെ എന്തായിരുന്നു? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ ആയിരുന്നല്ലോ. ഇവിടെ എന്താണ്?
ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. അത്രയോട് വേറെ മാറ്റമൊന്നുമില്ല. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി എ കോൺസ്റ്റന്റ്. അതായത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയട്ടെ, നോക്കണം. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഐ അല്ലേ? യെസ്. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതൊരു കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. ആ കോൺസ്റ്റന്റ് കൃത്യമായി പറഞ്ഞുതരാം. ഞാൻ അതിനൊരു ചിത്രം വരച്ച് കാണിച്ചു തരട്ടാ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ചിത്രം കാണിച്ചു തരാം. ശ്രദ്ധിക്കണം. ഇപ്പോൾ ലൈറ്റ്, ഇതൊരു 2 മീഡിയമാണെന്ന് വിചാരിക്കുക. 2 മീഡിയം, ആ മീഡിയത്തിന് നോർമൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, നോർമൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് നോർമലാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് നോർമൽ. നമ്മുടെ ലൈറ്റ് റേ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈറ്റ് റേ ഇങ്ങനെ വന്നാണ് പതിക്കുന്നത്. ഒരു റയറർ മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. റയറർ മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. റയറർ ടു ഡെൻസർ ആപ്പ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പോവുക? യെസ്, ഉറപ്പായും ലൈറ്റ് റേ ഇങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുക. സംശയമില്ലല്ലോ, ഇങ്ങനെയായിരിക്കും ലൈറ്റ് റേ ട്രാവൽ ചെയ്യുക. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോറി, ഇങ്ങനെയായിരിക്കും ലൈറ്റ് റേ ട്രാവൽ ചെയ്യുക. ഓക്കെ അല്ലേ? കാരണം അവൻ ആക്ച്വലി ഇങ്ങനെ പോവേണ്ടിയിരുന്ന ലൈറ്റ് റേ ആയിരുന്നു, പക്ഷേ റയറർ ടു ഡെൻസർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ട്രാവൽ ചെയ്തത്. ദിസ് ഈസ് എ റയറർ മീഡിയം, ദിസ് വൺ ഈസ് എ ഡെൻസർ മീഡിയം എന്ന് വിചാരിക്കുക. റയറർ മീഡിയത്തിൽ ഇതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഐ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആർ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, റൈറ്റ്. ഈ റയറർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആയിട്ടും ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആയിട്ടും എടുക്കാം. റെഡി അല്ലേ? ഇത്രയും കാര്യം മനസ്സിലായോടാ. ഒരു റയറർ ടു ഡെൻസർ പോകുമ്പോൾ ലൈറ്റ് റേ ടുവേർഡ്സ് എ നോർമലാണ് ബെൻഡ് ചെയ്യുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം N1 ഉം സെക്കൻഡ് മീഡിയം N2 ആണെന്ന് വിചാരിക്കുക. ഫൈൻ. അങ്ങനെയാണെങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു ഒരു ഫോർമുല പഠിച്ചോ, ദാറ്റ് ഈസ് N2 ബൈ N1. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2 ബൈ N1, അഥവാ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. ഇതാണ് ഫോർമുല. വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു N21. അതിനെ സിംപ്ലിഫൈ ചെയ്ത് N21 എഴുതാം. അതാണ് കോൺസ്റ്റന്റ്. This is a constant. N21 വിളിക്കുന്ന ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഐ തിങ്ക് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, ഉണ്ട്. അതായത് മനസ്സിലാക്കുക, സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ് എന്നേ ഉള്ളൂ. പക്ഷെ അതിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. ജനറലൈസ് ചെയ്ത് പറയാം N21 വിച്ച് ഈസ് ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കുറച്ചുകൂടി ആഴത്തിൽ ഞാൻ ഇതിനെ പഠിപ്പിച്ചു തരാം, ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ചുകൂടി അതിനെ ബ്രേക്ക് ചെയ്ത് കാണിച്ചു തരാം. N എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C/V ആണ്. അപ്പോൾ N1 എന്തായിരിക്കും? C/V1. N2 എന്തായിരിക്കും? C/V2. അതെന്താ സാറേ C1 C2 കൊടുത്തില്ല? കാരണം C എന്ന് പറഞ്ഞ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, കോൺസ്റ്റന്റ് ആണ്, മാറില്ല. അതുകൊണ്ടാണ് N1 C/V1 ഉം N2 C/V2 ഉം കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കടാ, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2 ന് പകരം കൊടുക്കാം C/V2 ബൈ C/V1 എന്ന് കൊടുക്കാം. റെസിപ്രോക്കൽ എടുക്കുവാണെങ്കിൽ സോ C/V2 ഇൻറ്റു എന്ത് വരും? V1 ബൈ C എന്ന് വരും. ശരിയല്ലേ? കൃത്യമായി റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. കോമൺ ടേംസിനെ ക്യാൻസൽ ചെയ്യട്ടെ. സിയും സിയും വെട്ടിക്കളഞ്ഞു. അപ്പം എന്ത് കിട്ടുക? V1 ബൈ V2 അല്ലേ? ദാറ്റ് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു വേറൊരു ഫോമുല കൂടി ഫോം ചെയ്യാം, ദാറ്റ് ഈസ് V1 ബൈ V2. ഇതുകൂടി പഠിക്കണം കേട്ടോ. ഈ ഫോമുലാസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. റൈറ്റ്, ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2 ബൈ N1 പോലെ തന്നെ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു V1 ബൈ V2 എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സെക്കൻഡ് ലോ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, ലെൻസസ്. 2 രീതിയിലുള്ള ലെൻസ് ഉണ്ട്, കോൺവെക്സും കോൺകേവും. ഇതാണ് കോൺവെക്സ്, ദിസ് ഈസ് കോൺവെക്സ്, ഇത് കോൺകേവ്. കോൺവെക്സിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൺവേർജിങ് ലെൻസ്. ഇത് ഡൈവേർജിങ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ലൈറ്റ് റേസിന് ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യും, കൂട്ടിമുട്ടിപ്പിക്കും. കോൺകേവ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്യിപ്പിക്കും, അകറ്റിവിടും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക കേട്ടോ. ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ സെന്ററിനെയാണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയുക. ഇപ്പം ഇത് ലെൻസിന്റെ സെന്റർ ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ഒപ്റ്റിക് സെന്റർ O എന്നാണ്. അടുത്ത സെന്റർ ഓഫ് കർവേച്ചർ, ലെൻസ് ഭാഗമായ സ്പിയറിന്റെ സെന്റർ. അത്രേ ഉള്ളൂ. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിനെ പറ്റി വിശദമായി നമുക്ക് നോക്കാലോ. യെസ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് വിചാരിക്കുക. ഇഫ് അവർ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് വിചാരിക്കുക. നമ്മുടെ ലൈറ്റ് റേസ് എല്ലാം എങ്ങനെയാണ് വരിക? ലൈറ്റ് റേസ് എല്ലാം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരിക എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നു. സോ ആ പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുക. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഫോക്കസ്.
ഫോക്കൽ ലെങ്ത് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാലോ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ദാ ഈ ദൂരമാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുക, അത് സ്മോൾ എഫ്. ഇവിടെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സൈൻ കൺവെൻഷനിൽ ഒരു മാറ്റമില്ല, ടുവേർഡ്സ് റൈറ്റ് ആണ്, വലതുഭാഗത്താണ്, അതിനാൽ തന്നെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, യെസ് വലതുഭാഗത്തായതുകൊണ്ട് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക, കാരണം വലത്തോട്ടാണ്, ടുവേർഡ്സ് റൈറ്റ് ആണ് എന്ന കാര്യം തിരിച്ചറിയുക. അടുത്ത നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കടാ, കോൺകേവ് ലെൻസിന്റെ കാര്യമാണ്. ദിസ് ഈസ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ കാര്യത്തിലോട്ട് കിടക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണടാ. ഇവിടെ ഈ ലൈറ്റ് റേസ് എല്ലാം ഡൈവേർജ് ചെയ്ത് പോകണം. നോക്കടാ, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നു, സോ പാരലൽ ആയിരിക്കും. ആഫ്റ്റർ റിഫ്രാക്ഷൻ അവയെല്ലാം എന്ത് ചെയ്യുന്നു, ഡൈവേർജ് ചെയ്ത് അകന്നകന്നിട്ടാണ് പോകുന്നത്. ദേ ആർ ഡൈവേർജിങ്. അവയെല്ലാം അകന്നകന്നിട്ടാണ് പോകുന്നത്, ഡൈവേർജ് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മളിന്ന് മനസ്സിലാക്കുന്നു ഈ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേസ് എല്ലാം ഒരു പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. സോ ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോക്കസ് എന്ന് പറയുക. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഫോക്കസ്. ആ പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കടാ, ഈ കാണുന്ന ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരമാണ് എന്ത് പറയുക, ഫോക്കൽ ലെങ്ത് എന്ന് പറയുക. ഇവിടെ കോൺകേവ് ലെൻസിന്റെ കേസിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇടത്തോട്ടാണ് ഫോക്കസ് വരുന്നത്. സോ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് ഉറപ്പായും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ കോൺകേവിൽ അത് നെഗറ്റീവ് ആണ്, അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ, റൈറ്റ്. അടുത്തത് ഇമേജ് ഫോർമേഷൻ ആണ്, ഓൾറെഡി അറിയുന്നതാണ്. പക്ഷെ ഇവിടെ രണ്ട് റൂൾസ് ഉണ്ട്. പാരലലി വന്നാൽ ഫോക്കസിലൂടെ കടന്നു പോകും. അവിടെ റിഫ്ലക്ഷൻ ആയിരുന്നു, ഇവിടെ റിഫ്രാക്ഷൻ ആണ്. സോ പാരലലി വന്നാൽ ഫോക്കസിലൂടെ കടന്നു പോകും. അടുത്തത് ഒപ്റ്റിക് സെന്ററിലൂടെ വന്നാൽ അതേപോലെ തന്നെ പോകും. ഫോക്കസിലൂടെ വന്നാൽ പാരലലി പോകും, റൈറ്റ്. ഇതാണ് അതിൻ്റെ കാര്യം. പക്ഷെ വരയ്ക്കുമ്പോൾ വളരെ സിമ്പിളായി വരച്ചു തരാം. അടുത്ത് ഇവിടെ ഞാൻ F1 F2 വരും, രണ്ടും F ആയിട്ട് കൊടുക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, സോ ആദ്യം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെയാണ് മക്കളെ ഫോം ചെയ്യുക, എല്ലാവർക്കും അറിയാം. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക, യെസ് നമുക്കറിയാം, വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ലൈറ്റ് റേസ് എല്ലാം പാരലലി ആണ് വരിക, ശരിയല്ലേ? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ലൈറ്റ് റേസ് എല്ലാം വരുന്നത് പാരലൽ ആയിരിക്കും. ഇതാ പിടിച്ചോ, എല്ലാ ലൈറ്റ് റേസും ഞാൻ പാരലലി ആണ് വരയ്ക്കുന്നത്. ഈ പാരലലി വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഏതിലൂടെയാണ് കടന്നു പോവുക, ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവയെല്ലാം ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോവുക. അവയെല്ലാം ആഫ്റ്റർ റിഫ്രാക്ഷൻ കടന്നു പോകുന്ന ഏതിലൂടെയാണ്, ഫോക്കസിലൂടെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ദേ ഓൾ പാസ് ത്രൂ ഫോക്കസ്. അവന്മാരെല്ലാവരും ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫോക്കസിലൂടെയാണ് കടന്നു പോവുക. റെഡി? കൃത്യമായിട്ട് മനസ്സിലായില്ലേ, സംശയമില്ലാലോ. സോ നിങ്ങൾ തിരിച്ചറിയുക, ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, ഫോക്കസിലാണ്. ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഓൾറെഡി മിററിന്റെ കാര്യം പറഞ്ഞ പോലെയല്ല, ലെൻസിലോട്ട് വരുമ്പോൾ ചെറിയ മാറ്റമുണ്ട്, ശ്രദ്ധിക്കട. റൈറ്റ് സൈഡ് ആണ് ഉണ്ടാവുന്നത്, അവിടെ നേരെ ഉൾട്ടയാണ്. റൈറ്റ് സൈഡ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. മിററിലെ പോലെയല്ല, മിററിൽ ലെഫ്റ്റ് ആണെങ്കിലാണ് റിയൽ, ലെൻസിലാണെങ്കിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ റിയൽ ഇമേജ്. സോ നിങ്ങൾ പറയും ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് എങ്ങനെയാണ്, ഒരു സംശയവും വേണ്ട. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഫോക്കസിലാണ് ഉണ്ടായത്, വെരി സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ പോയിന്റ് സൈസ് ഡിമിനിഷ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, റൈറ്റ്. ഓക്കെ അല്ലേ? അതിന് ഇമേജ് ഫോർമേഷൻ നൽകിയിട്ടുണ്ട്, ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അടുത്ത കേസ് ഒബ്ജക്റ്റ് 2F പുറകിൽ. 2F തന്നെയാണ് സെന്റർ ഓഫ് കർവേച്ചർ, സംശയമില്ലാട്ടോ. അവിടെ സെന്റർ ഓഫ് കർവേച്ചർ പറയും, ഇവിടെ 2F പറയും, വലിയ മാറ്റമില്ല. സോ ഒബ്ജക്റ്റ് 2F പുറകിൽ ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി വരുന്നു. പാരലലി വന്നു കഴിഞ്ഞാൽ ഏതിലൂടെ കടന്നു പോകും, നമുക്ക് എല്ലാവർക്കും അറിയാം. പാരലലി വന്നു കഴിഞ്ഞാൽ അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. പാരലലി വന്നു കഴിഞ്ഞാൽ അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. അടുത്ത ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ വരും, ഒരു മാറ്റവും ഇല്ല, അതേപടി പോവും. ഒപ്റ്റിക് സെന്ററിലൂടെ വന്നാൽ ഒരു മാറ്റവും ഇല്ലാതെ അതേപടി പോവും, റൈറ്റ്. ഞാൻ ആരോ മാർക്ക് കൂടി ഇട്ട് തരാം. പാരലി വന്നാൽ ഫോക്കസിലൂടെ കടന്നു പോവും, ഒപ്റ്റിക് സെന്ററിലൂടെ വന്നാൽ അതേപടി പോവും, റൈറ്റ്. സോ ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാ നോക്കിക്കേ. ഇവർ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇവിടെയാണ്. സോ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. നമുക്കറിയാം ഇത് റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡ് ആണെങ്കിൽ ഉണ്ടാവുന്ന ഇമേജ് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. സോ റിയലും ഇൻവേർട്ടഡുമായ ഒരു ഇമേജ് വരയ്ക്കട്ടെ. ഇതാ പിടിച്ചോ, റിയലും ഇൻവേർട്ടഡുമായ ഒരു ഇമേജ് വരച്ചു. ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ഇമേജിന്റെ പ്രത്യേകത ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്. അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സ്മോൾ ആണ്. ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആണ്. അതുപോലെ തന്നെ F-നും 2F-നും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്തത്, റൈറ്റ്. ഇമേജ് ഫോർമേഷൻ്റെ മറ്റൊരു സ്റ്റാൻഡേർഡ് ഡയഗ്രാം നൽകിയിട്ടുണ്ട്. ശരിയായ കാര്യം, റിയൽ ആണ്, F-നും 2F-നുമാണ്. ഇവിടെ ക്യാപിറ്റൽ F ആണ്, കാരണം സ്മോൾ F പൊതുവെ ഫോക്കൽ ലെങ്ത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. സ്മോൾ ആൻഡ് ഇൻവേർട്ടഡ്, റെഡി. 2F-ലാണ് ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ ഇമേജ് ഫോർമേഷൻ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോകുന്നു. അവൻ ഏതിലാ പോവുക? പാരലലി പോയി കഴിഞ്ഞാൽ കടന്നു പോകുന്നത് ഫോക്കസിലൂടെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നു. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണ്? യെസ്, രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. നമ്മുടേതായ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാട്ടോ, മനുഷ്യനല്ലേ പുള്ളേ, റെഡി. ഓക്കെ, രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് 2F-ലാണ് എന്ന കാര്യം മനസ്സിലാക്കി, റെഡി അല്ലേ? സോ പാരലലി പോയപ്പോൾ ഫോക്കസിലൂടെ പോയി, ഒപ്റ്റിക് സെന്ററിലൂടെ പോയപ്പോൾ അങ്ങനെ പോയി.
റെഡി. സോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന എവിടെയാണ്? 2Fലാണ്. സോ 2Fലാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുക? നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. സോ അവർ ഇമേജ് വിൽ ബി ലൈക്ക് ദിസ്. ഇതായിരിക്കും നമ്മുടെ ഇമേജ് എന്ന് പറയുക. ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ഇമേജ് ഉണ്ടായിരിക്കുന്നത് 2Fലാണ്. അതൊരു റിയൽ ഇമേജ് ആണ്, അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. സിമിലർ വേ സെയിം സൈസ് ആണ്. ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പമാണ് ആർക്കുമുള്ളത്? ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പമാണ് ഇമേജിനുമുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. സെറ്റ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്തതിലൂടെ എടുക്കാം. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 2Fനും Fനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. സോ ഇമേജ് നോക്കിയാലോ, ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി, അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെയാണ്. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോവുക. അത് ഒരു മാറ്റമില്ല, ഒപ്റ്റിക് സെന്ററിലൂടെയാണ് അവൻ എന്ത് ചെയ്ത് കടന്നു പോയത്. ഓക്കെ. സോ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് കുറച്ച് അകലെ ആയിരിക്കുവേ. യെസ്, അടിപൊളി. രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഇത്രയും ദൂരം അകലെയാണ് രണ്ടുപേരും കൂട്ടിമുട്ടുന്നത്. സോ ഈ പോയിന്റിലാണ് എന്ത് സംഭവിക്കുക? ഇമേജ് ഫോർമേഷൻ സംഭവിക്കുക. അത് പിടിച്ചോ. ഞാൻ വലിയൊരു ഇമേജ് വരച്ചാലോ? ഇമേജ് വരയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രിൻസിപ്പൽ ആക്സിസിനെ ഒന്ന് വലുതാക്കി വരയ്ക്കണം, എന്നാലേ ഇമേജ് കറക്റ്റായി കിട്ടത്തുള്ളൂ. റൈറ്റ്. ഓക്കെ. ഇനി ഞാൻ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുവാണ്. ദിസ് ഈസ് ദ ഇമേജ്. ഓക്കെ. വലതുഭാഗത്തായതുകൊണ്ട് ഇത് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും, സംശയമില്ല. സോ ദിസ് ഈസ് ദ ഇമേജ്. സോ നോക്കണം, ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, വെരി ലാർജ്. ഉണ്ടായിരിക്കുന്നത് ബിയോണ്ട് 2F ആണ്, 2Fന് പുറകിലാണ്. റെഡി അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയി ഇമേജ് ഫോർമേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയി ഇമേജ് ഫോർമേഷൻ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ബിയോണ്ട് 2F തന്നെയാണ് ഇമേജ് ഉണ്ടാവുക കേട്ടോ. സോ റിയൽ, ഇൻവേർട്ടഡ്, ലാർജ്, ഇമേജ് ഫോംഡ് ബിയോണ്ട് 2F. അടുത്തിലോട്ട് കിടന്നാലോ? നെക്സ്റ്റ് വൺ, ഫോക്കസിൽ വെക്കും. ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഫോക്കസിൽ വെക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ മിറർ പഠിച്ചത് അതുപോലെ തന്നെയാണ്. നോക്കണം മക്കളെ, ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി, അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ പോയി. ഇവർ രണ്ടുപേരും നോക്കടാ പാരലൽ അല്ലേ? ഇവർ രണ്ടുപേരും പാരലാണ്. നമുക്കറിയാം പാരലൽ റേസിന്റെ പ്രത്യേകത എന്താണ്? ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന കാര്യം അറിയാം. പക്ഷെ നമ്മൾ മിററിൽ പറഞ്ഞ പോലെ ഇവന്മാരെ എവിടെ കൂട്ടിമുട്ടുമെന്ന് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നു. യെസ്, ദേ വിൽ മീറ്റ് അറ്റ് ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റിയിൽ ഒരു ഇമേജ് ഫോം ചെയ്യും എന്ന കാര്യം നമ്മൾ അസ്യൂം ചെയ്യുന്നു. വളരെ മാഗ്നിഫൈഡ് ആയ വലിയൊരു ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നു കേട്ടോ. Fനും 2Fനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക എന്ന കാര്യം നോക്കാൻ പോകുന്നു. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ F ആൻഡ് 2F. നോക്കിയാലോ? കുറച്ച് താത്തി വരയ്ക്കാം, കാരണം കുറച്ച് മുകളിലോട്ട് വരയ്ക്കാനുണ്ട്. സോ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോകുന്നു, അവൻ കടന്നു പോകുന്നത്. പാരലലി പോയി കഴിഞ്ഞാൽ കടന്നു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോക്കസിലൂടെയാണ്. യെസ്, ഫോക്കസിലൂടെ കടന്നുപോയി. പാരലലി പോയത് കൊണ്ട് അവൻ കടന്നു പോയത് ഫോക്കസിലൂടെ. രണ്ടാമത്തെ കടന്നു പോയത് ഒപ്റ്റിക് സെന്ററിലൂടെ. ഈ രണ്ട് ലൈറ്റ് റേസും ഡൈവേർജിങ് അല്ലേ? നമുക്കറിയാം ഡൈവേർജിങ് ലൈറ്റ് റേസിന്റെ പ്രത്യേകത ഒരിക്കലും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ നോക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. സോ ആ കോമൺ പോയിന്റിലോട്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, സ്ട്രെയിറ്റ് ലൈൻ വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ കോമൺ പോയിന്റ് എന്ന് വിചാരിക്കാം. റെഡി? യെസ്, റെഡി. കുറച്ചുകൂടി നീട്ടി വരയ്ക്കാം അല്ലേ? ഓക്കെ, കോമൺ പോയിന്റിലോട്ട് വരച്ചു. ശ്രദ്ധിക്കുക, അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലൈറ്റ് റേസിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു ഇമാജിനറി ലൈനാണ്. നമ്മൾ പുറകോട്ട് വരച്ചത് ഒരു ഇമാജിനറി ആണ്. സോ അതിനാൽ തന്നെ അവനെ ഞാൻ ഡോട്ടർ ലൈൻ ഉപയോഗിച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. ഫൈൻ. ഓക്കെ, സോ ആ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക, ശരിയല്ലേ? സോ അവിടെ നമുക്കൊരു ഇമേജ് വരച്ചാലോ? യെസ്, അത് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ആ ഇമേജിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇറക്റ്റ് ഇമേജ് ആണ്, അതൊരു വെർച്വൽ ഇമേജ് ആയിരിക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. റൈറ്റ്, ഇതാണ് നമ്മുടെ ഇമേജ്. സോ ഇമേജിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഊഹിക്കാം. അതൊരു വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്, ലാർജ് ഇമേജ് ആയിരിക്കും. റൈറ്റ്, ഇതൊക്കെയാണ് എഫിനും ലെൻസിനും ഇടയിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്നത്. അത് ഉറപ്പായും വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ലാർജ് ആണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ. അടുത്തത് കോൺകേവ് ലെൻസിൻ്റെ ഒരേ ഒരു കാര്യം കൂടിയുള്ളൂ, കോൺകേവ് ലെൻസ് കൂടി. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് ലൈറ്റ് റേസാണ് വരിക. ഒരെണ്ണം പാരലലി പോകുന്നവൻ ഡൈവേർജ് ചെയ്ത് പോകുന്നു. ആ ഡൈവേർജ് ചെയ്യുന്നവൻ ഫോക്കസിൽ നിന്ന് തുടങ്ങുന്ന പോലെയാണ് ഡൈവേർജ് ചെയ്യാൻ. ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ കോൺവെക്സ് മിറർ പോലെ തന്നെ പാരലലി പോകുന്നവൻ ഡൈവേർജ് ചെയ്ത് പോകുന്നു. ആ ഡൈവേർജിങ് ലൈറ്റ് റേ ഫോക്കസിൽ നിന്ന് തുടങ്ങുന്നത് പോലെ ആയിരിക്കണം. രണ്ടാമത്തെ ലൈറ്റ് റേ നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്നു. ഈ രണ്ടാൾക്കാരെയും ഒന്ന് പുറകോട്ട് വരച്ചേടാ. രണ്ടാൾക്കാരെയും പുറകോട്ട് വരയ്ക്കും, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുക. സോ ദിസ് വിൽ ബി അവർ ഇമേജ്. ഇതായിരിക്കും നമ്മുടെ ഇമേജ്. ഇമേജിന്റെ പ്രത്യേകതകൾ നിങ്ങൾ തന്നെ പറ. ലെഫ്റ്റ് സൈഡ് ആണ്, സോ ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. സ്മോൾ ആണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് അതുപോലെ തന്നെ സ്മോൾ ആണ്.
ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ നെഗറ്റീവ് സൈൻ ഇല്ല, വെറും v/u ആണ്. മിററിൻ്റെ കേസിൽ -v/u ആണ്, പക്ഷേ ഇവിടെ v/u ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക, അത് മാത്രം തന്നെ വ്യത്യാസമുള്ളൂ എന്ന കാര്യം കൂടി തിരിച്ചറിയുക. അടുത്തത് മാഗ്നിഫിക്കേഷൻ, ഈ ഫീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞ മാറ്റമില്ല. പവർ ഓഫ് ലെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പവർ ഓഫ് ലെൻസ്, പവറിൻ്റെ ഫോർമുല ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. P = 1/f ആണ്. മറ്റൊരു കാര്യം തിരിച്ചറിയേണ്ട, പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ദ യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ. ഡയോപ്റ്ററിൽ നമുക്ക് പവർ കിട്ടണമെങ്കിൽ ഫോക്കൽ ലെങ്ത് ഏത് യൂണിറ്റിലായിരിക്കണം? ഫോക്കൽ ലെങ്ത് ഉറപ്പായും മീറ്ററിലായിരിക്കണം. ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിൽ തന്നാലും മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പവർ കണ്ടുപിടിക്കാൻ. കാരണം പവർ നമുക്ക് ഡയോപ്റ്ററിൽ കിട്ടണമെങ്കിൽ ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. പവർ നമുക്ക് ഡയോപ്റ്ററിൽ കിട്ടണമെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ലെൻസസ് ഫോർമുല. ലെൻസസ് ഫോർമുല 1/f = 1/v - 1/u. ഇതാണ് നമ്മുടെ ലെൻസസ് ഫോർമുല എന്ന് പറയാം, മനസ്സിലാക്കുക. സോ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെ ഒരു സിംപ്ലിഫൈഡ് ഫോമാറ്റിലോട്ട് കൂടി നമുക്ക് മാറ്റാം. ദാറ്റ് ഈസ് 1/f = 1/v - 1/u അല്ലേ. സോ 1/f = എങ്ങനെ എഴുതാം? u - v /uv. സോ f = റെസിപ്രോക്കൽ എടുക്കുക, uv/u - v. ഈ ഫോർമുല കൂടി പഠിച്ചു വയ്ക്കുക. ഫോക്കൽ ലെങ്ത്തിന്റെ സിംപ്ലിഫൈഡ് ഫോർമുല പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്, കൃത്യമായി മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് ഈ ചാപ്റ്ററിനകത്തുള്ള കോൺസെപ്റ്റുകളും റേ ഡയഗ്രാംസും അതിൻ്റെ ഫോർമുലാസും എല്ലാം. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ലൈവിൽ വർക്കൗട്ട് ചെയ്തു, എങ്കിലും ഇനിയും ക്വസ്റ്റ്യൻ സീരീസുമായിട്ട് എന്തായാലും തിരിച്ചു വരാം. ഈ പറയുന്ന എക്സ്പ്രസ് റിവിഷൻ നിങ്ങൾക്ക് വർത്താണെങ്കിൽ ഉറപ്പായും താഴെ കമൻറ്റ് ബോക്സിനകത്ത് റെസ്പോണ്ട് ചെയ്യുക. എങ്കിൽ കൂടുതൽ ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്രസ് റിവിഷനുമായിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. സോ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, അടിപൊളിയായി പഠിക്കാം.